ആലോചിച്ചൊക്കെ ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ സാധനം? നമ്മളൊരു കമ്മോഡിറ്റി ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൊടുക്കുന്നു, എന്താ നമ്മൾ വാങ്ങിക്കുന്നത്? നത്തിങ്. വിൽക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനം, അതുമാത്രമേ ഉള്ളൂ. അതായത് പണ്ട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഒരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് ഈ വയാഗ്ര എന്നുള്ള ടാബ്ലറ്റ് തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫൈസർ നോക്കിയപ്പോഴത്തേക്കും ഇത് കഴിച്ചവർക്കെല്ലാം ചെറിയൊരു ഇറക്ഷൻ ഉള്ളതുപോലെ തോന്നി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇതാണല്ലോ കൂടുതൽ വലിയ മാർക്കറ്റ്, അപ്പോൾ ഇതിനാണ് വലിയ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണ് അവർ ഇതിലോട്ട് തിരിച്ചു വിട്ടത്. ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ ഡോക്ടർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെഡിക്കൽ സ്കാം എന്താണ്? മെഡിക്കൽ സ്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന സംഗതിയാണിത്. എനിക്ക് 22-23 വയസ്സായുള്ള ആമ്പിള്ളേർ തന്നെ വരാറുണ്ട്. സെക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, ലിബിഡോ ഇല്ല, രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇറക്ഷൻസ് ഉണ്ടായിരുന്നൊക്കെ അങ്ങ് പോയി. പുറമേ കണ്ടാൽ വളരെ അരോഗ ദൃഢഗാത്രം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും നടക്കുന്നത്. ഈ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആക്ച്വലി ആൽക്കഹോളിസം ഈസ് നോട്ട് ദ പ്രോബ്ലം, ആൽക്കഹോളിന്റെ കൂടെ കഴിക്കുന്ന ഫുഡാണ് പ്രശ്നം. രണ്ടും പ്രോബ്ലമാണ്. അത് വെറുതെ ആളുള്ളൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്താണ് ബോഡിയിൽ മെറ്റാബിളൈസ് ചെയ്ത് പോകണമെങ്കിൽ, രണ്ടാമത് ഡ്രിങ്ക് ആയി കഴിയുമ്പോൾ അടുത്ത 1 മണിക്കൂർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോകണമെന്നില്ല, ചിലപ്പോൾ 3-4 മണിക്കൂർ എടുത്തു വരും. നിന്നുകൊണ്ട് 2 എണ്ണം അടിക്കും, എന്നിട്ടേ പോയി ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ സേഫ്റ്റി മാർജിൻ ഒരുപാട് കുറയും. ഏർലി ടൈപ്പ് 2 ഡയബറ്റീസ് ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഏർലി ടൈപ്പ് 2 ഡയബറ്റീസ് അല്ല, ലേറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരുന്നാലും ഫുള്ളി റിവേഴ്സ് ചെയ്യാം. ഡോക്ടർ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഡയബറ്റിക്സിനായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതിൽ ഈ കുട്ടികളിലുള്ള അമിതവണ്ണം അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും, അവരുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൽ റിസർച്ച് പരമായി നോക്കുകയാണെങ്കിൽ അതിൽ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഈ പറഞ്ഞ പോലെ ജനറ്റിക് കോസസ് ഉണ്ട്, നോൺ ജനറ്റിക് കോസസ് ഉണ്ട്. സാറിന് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് നോൺ ജനറ്റിക് കോസസ് ആണ്. അതായത് ഈ ഭക്ഷണത്തിലുള്ള ചോയ്സസ്, വളരെ പൂറായിട്ടുള്ള ചോയ്സസ് നടത്തി ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുക, ആക്ടിവിറ്റി കുറയുക, ഈ വീഡിയോ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ മസിൽ ആക്ടിവിറ്റി വലുതായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് കാര്യമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഡയബറ്റിക്സിന് കൊടുക്കുന്ന, ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അഡൾട്ടിന് കൊടുക്കുന്ന അതേ ടൈപ്പ് മെഡിക്കേഷൻസ് നമ്മൾ പല ലോവർ ഡോസസിൽ യൂസ് ചെയ്യാം. വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഈ GLP-1 അത് കുറച്ച് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കാം. ഞങ്ങൾ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് 200 പൗണ്ട് ഏകദേശം 100 കിലോ വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 6 വയസ്സ് 8 വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ അത്ര അമിതമായ വണ്ണം വന്നു കഴിഞ്ഞാൽ അവരുടെ അഡൽട്ട്ഹുഡിൽ അവർക്ക് ഡെവലപ്മെൻറ്റിന് ഒരുപാട് ബാധിക്കും. അവർക്ക് സ്കൂളിലുള്ള ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ഇറോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യും. ചിലർക്ക് ഇപ്പം ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി ഒന്നും നമ്മൾ ആ ചൈൽഡ്ഹുഡ് സ്റ്റേജ് അഡ്വൈസ് ചെയ്യില്ല. യൂഷ്വലി ബോഡിയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, പ്യൂബർട്ടി കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് അഡ്വൈസ് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ റെയർ സിറ്റുവേഷനിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. പണ്ട് ഈ ലോറൻസ് മൂൺ ബീഡൽ സിൻഡ്രോം, അങ്ങനെയുള്ള നിൽസൺ സിൻഡ്രോം എന്നുള്ള അങ്ങനെയുള്ള ചില ജനറ്റിക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് അമിതമായി വിശപ്പ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റെഫ്രിജറേറ്ററൊക്കെ ആളുകൾ ലോക്ക് ചെയ്ത് വയ്ക്കും, ചെവിൽ തുറന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാനും. ഭക്ഷണം നല്ലപോലെ വയറ് നിറഞ്ഞാലും അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത്യാസക്തി. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇവർ ജോ വയറിങ് ഒരു ടെക്നിക്ക് വരെ ഉണ്ടായിരുന്നു. ഈ ഇവിടെ ഒരു ഇൻസെഷൻ ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ വയർ ചെയ്ത് വയ്ക്കും. വാ തുറക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ വാ തുറക്കണ്ടേ. അപ്പോൾ അങ്ങനെ വരെ അത് വളരെ ക്രൂരമായൊരു പ്രക്രിയയാണ്. പക്ഷേ ഇവർക്ക് അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമിതവണ്ണം വന്ന് 500-600 പൗണ്ടൊക്കെ വന്ന് കട്ടിൽ ഒരേ കിടപ്പ് കിടക്കുന്ന സ്ത്രീകൾ നമ്മൾ കാണാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അഡൽട്ട്സ് ആണെങ്കിൽ ബൈപ്പാസൊക്കെ ചെയ്ത് ഗാസ്ട്രിക് സ്ലീവും റൂൻ വൈ എന്നുള്ള സർജറീസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വയറിൻ്റെ ഇത് തിരിച്ചു വിട്ടിട്ട് ഗ്രലിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാവും വയറിൽ നിന്ന്, അത് വെച്ച് ആപ്പറ്റൈറ്റിനെ റെഗുലേറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ GLP-1 എന്നുള്ള ഇഞ്ചക്ഷൻസും ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയ ആളുകൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാനുള്ള ഇപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കാം. ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി അത് ഡയബറ്റീസ് കുഞ്ഞിലെ തന്നെ വരുന്നതുകൊണ്ട് തിരിച്ചും വരാം. ഒബീസിറ്റി ഈ പറഞ്ഞ വഴി പുവർ ഫുഡ് ചോയ്സസ് കാരണം കുട്ടികൾ കരയാതിരിക്കാനുള്ള ശാഠ്യം പിടിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കളിക്കാൻ സമയത്ത് കുഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോഴത്തേക്കും കുഞ്ഞിനൊരു ടാബ്ലറ്റോ
അല്ലെങ്കിൽ ഫോണോ എടുത്ത് കൊടുക്കുക, അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കാണത്തില്ല. അതിന് എന്താണ് അതിനുള്ള സ്റ്റിമുലേഷൻ വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് കരയുന്നതെന്നുള്ളത് ഓർക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫേവർ ചെയ്ത് അതിൻ്റെ ഇനാക്ടിവിറ്റി കാരണം വെയിറ്റ് കൂടും. വെയിറ്റ് കൂടി കഴിയുമ്പോൾ ആ ഹയർ ബോഡി സൈസിനെ സസ്റ്റെയിൻ ചെയ്യാൻ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെ പാൻക്രിയാസ് വീക്ക് ആവും, ഇവൻച്വലി ഡയബറ്റീസ് വരും. അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ വരുന്നത്. അതായത് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഡ്യൂ ടു ജനറ്റിക് കോസസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രെയിനകത്തുള്ള വയറിങ്ങിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം ഈ പറഞ്ഞ പോലെ ആപ്പിറ്റൈറ്റ് സെൻറ്റർ ക്ലോസ് ആകത്തില്ല, എപ്പോഴും അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ വിശപ്പ് ഇങ്ങനെ അമിതമായി ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞ് അളവില്ലാതെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ളവരിൽ നിന്ന് മോഷ്ടിച്ച് കഴിക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ അതിനുള്ള കാരണം വേറെയാണ്. പക്ഷേ അത് കഴിഞ്ഞാലും ഫൈനൽ പാത്ത് വേ സെയിം ആയിരിക്കും. ഇവർക്കെല്ലാം ഇവൻച്വലി ഡയബറ്റീസ് വരും. പിന്നെ ഡയബറ്റീസിനുള്ള മരുന്ന് കഴിച്ചിട്ട് അതിനേക്കാളും വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഈ മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ ഈ ADHD, അഡൾട്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കൊടുക്കുന്ന മരുന്നുകൾക്ക് സ്റ്റിമുലൻസാണ്. ഈ സ്റ്റിമുലൻസും ആൻറ്റി ഡിപ്രസൻസിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാൻക്രിയാസിനെ ഓവർ വർക്ക് ചെയ്യും. എന്നിട്ട് വെയിറ്റ് ഗെയിൻ ഈസ് എ സൈഡ് എഫക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ഗെയിൻ വരാം. വെയിറ്റ് ഗെയിൻ വന്നിട്ട് അതിൻ്റെ പാർശ്വഫലമായിട്ട് ഡയബറ്റീസ് വരും. ഡയബറ്റീസ് ആണെങ്കിൽ, ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ്, അവർക്ക് ഈ ഫാസ്റ്റിംഗ് എടുക്കുക അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയോ അങ്ങനെയുള്ള ഡയറ്റ് നോക്കുന്നത് സേഫ് ആണോ, അതോ ചെയ്യാവോ, അല്ലെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള രീതി ഉണ്ടോ അതിന്? അത് ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് റമദാൻ സമയത്തൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ മാത്രം ശകലം സൂക്ഷിക്കണം. അതായത് ഈ ലോങ് ആക്ടിങ് ഇൻസുലിൻ, രാത്രി കിടക്കാൻ നേരത്ത് ലോങ് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് രാവിലെ ഷുഗർ ശകലം കുറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പകൽ മുഴുവൻ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാൽ ആ ഡോസ് ശകലം ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 യൂണിറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ 5 യൂണിറ്റ് ആക്കേണ്ടി വരും. 20 യൂണിറ്റ് എടുക്കുന്നവർക്ക് ചിലപ്പോൾ 15 or 10 എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ശരീരത്തിൻ്റെ ബോഡിയിലുള്ള കാലറിക് ഇൻടേക്ക് അനുസരിച്ച് നമുക്ക് അതിനുള്ള ഡോസ് വ്യത്യാസം ഇൻസുലിൻ എടുക്കുന്നവർക്ക്. മറ്റേ ടാബ്ലറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ മെറ്റ്ഫോമിൻ എടുക്കുന്നത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഗ്ലൈമപ്രൈഡ്, ഗ്ലൈനേസ് എന്നുള്ള അതുമാതിരി ടാബ്ലറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ അത് നിർത്തേണ്ടി വരും. അപ്പോൾ എന്താ വെച്ചാൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ഡൗൺ ആയിപ്പോകും. അപ്പോൾ അല്ലാതെ ഈ ബാക്കിയുള്ള ഡയറ്റും എക്സസൈസും മാത്രം വെച്ച് കൺട്രോൾ ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്ത് പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അവർക്ക് ഫാസ്റ്റിംഗ് എടുക്കാം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കേണ്ട ഫുഡിന് ഇച്ചിരി വ്യത്യാസം വരുത്തണം. എന്ന് വെച്ചാൽ അധികം ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കരുത്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിന് പ്രോബ്ലം ഇല്ല. പിന്നെ റൈസ്, പ്ലെയിൻ റൈസും ഫിഷ് കറി, ചിക്കൻ കറി മുതലായ കാര്യങ്ങളൊക്കെ കഴിക്കാം. ആവി പുഴുങ്ങിയ പലഹാരങ്ങളൊക്കെ കഴിക്കാം. ഇടിയപ്പം, പുട്ട് ഇതൊക്കെ കഴിക്കാം, നോ പ്രോബ്ലം. അല്ലാതെ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരുപാട് നെയ്യൊക്കെ ഉള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻസുലിനെ ബ്ലോക്ക് ചെയ്ത് പിന്നെ ഷുഗർ ഒരുപാട് കൂട്ടും. പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ പിന്നെ അതിന് ഇൻസുലിൻ എടുക്കേണ്ടി വരും. അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് കയറി വരും. അതാണ് ഷുഗർ കൺട്രോൾ എറാറ്റിക് ആക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ഇപ്പം റമദാൻ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം അല്ലാതെ ചിലർ 48 മണിക്കൂർ 72 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ്, അത് സേഫ് ആണോ? അത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ബാക്കിയുള്ള 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അതൊരു നല്ലൊരു ശീലമാണ്. അത് നമ്മൾ ശരീരത്തിന് ആവശ്യമായ പോഷകാംശങ്ങൾ കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം പിന്നെ കൂടുതൽ സമയം നമ്മൾ ഫാസ്റ്റിങ്ങിൽ എനർജി എക്സ്പെൻഡിച്ചർ കുറച്ച് കൂടും. വെയിറ്റ് കുറയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ ഈ വളരുന്ന കുട്ടികൾ, പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ, അതൊക്കെ ആ സമയത്തൊക്കെ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എന്താ വെച്ചാൽ ഷുഗറിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട്. മറ്റത് ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഒരുപാട് നേരം പോയി കഴിഞ്ഞാൽ കീറ്റോസിസ് എന്നൊരു കണ്ടീഷൻ വരും. കീറ്റോസ് എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനും ഉള്ള ടെൻഡൻസി വരും, തലകറക്കം, തലച്ചുറ്റ്, ക്ഷീണം. അത് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്കും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, പക്ഷേ 48 മണിക്കൂർ 72 മണിക്കൂറൊക്കെ പോകുന്ന കുറച്ച് ഡ്രാസ്റ്റിക്കാണ്. അതിൽ മസിൽ ലോസ് കൂടുതൽ വരും. അപ്പോൾ മസിൽ ലോസ് ഒരിക്കലും നല്ല കാര്യമല്ല. ഒരു ലോങ് ഡേയ്സിൽ വർക്ക് ചെയ്യുമായിരിക്കും. ആ സമയത്ത് ഇപ്പം എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയില്ല. ചില സമയത്ത് ഇപ്പം ഇത്
തല കറങ്ങി ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഷുഗർ ലോ ആവുന്നതാണ്, അല്ലെങ്കിൽ ഷുഗറിൽ അപ്പം അത് ഷുഗർ ലോ ആവുന്നത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഷുഗർ ലോ ആകുന്ന കൂടുതൽ അത് ബ്ലഡ് പ്രഷർ ലോ ആകുന്നതിൻ്റെയാണ്. ബ്ലഡ് പ്രഷർ ലോ ആകുമ്പോഴാണ് തലയിലോട്ടുള്ള ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് അത് ഡിസിനസും ഈ കണ്ണിലിട്ട് കയറുന്ന മറ്റേ അനുഭവമായിട്ട് കൊളാപ്സ് ചെയ്യും. അപ്പോൾ അത് ബ്ലഡ് പ്രഷർ ലോ ആയിട്ട് മനഃപൂർവ്വം കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്രൈറ്റ് പോസ്റ്ററിൽ നിന്ന് ടിൽറ്റഡ് പോസ്റ്റർ ആകുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കുറച്ചായിരുന്നാലും ബോഡി സർവൈവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബോഡി തന്നെ അത് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. അത് വരാനുള്ള കാരണം എന്താണ്? കാരണം ഡീഹൈഡ്രേഷനാണ് മെയിൻലി. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കില്ലല്ലോ. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഒരുപാട് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലാണെങ്കിൽ തൊലിപ്പുറത്തു നിന്നുള്ള സ്കിന്നിൽ നിന്നുള്ള ജലാംശം പോവും, നമ്മൾ ശ്വാസം വലിച്ചു വിടുമ്പോഴുള്ള ജലാംശം പോവും. അപ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതുവഴിയുള്ള മസിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ബ്ലഡ് പ്രഷർ, ചിലർ ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും. ആ സമയത്തൊക്കെ മരുന്ന് ഇരിക്കണം. എന്താ വെച്ചാൽ ബ്ലഡ് പ്രഷർ തീരെ ലോ ആയി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ബേസിക്കലി അത് ഷുഗർ കുറയുന്നതല്ല. ഷുഗർ കുറയുമ്പോഴും അങ്ങനെ ഉണ്ടാകാം, പക്ഷേ മെയിൻലി ഡീഹൈഡ്രേഷൻ വരുന്നതാണ്. ഈ പൊതുവെ സ്ത്രീകൾക്കുമൊക്കെ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ തൈറോയിഡിന്റെ ഇഷ്യൂ വരിക എന്നുള്ളത്. ഇന്ത്യയിൽ പൊതുവെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ തൈറോയിഡിനെ പറ്റി പറയുവാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? ലൈക്ക് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഹാഷിമോട്ടോ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച തൈറോയിഡൈറ്റിസ്, തൈറോയിഡിലുള്ള വീക്കം, അതാണ് ഇങ്ങനെ പേര് വന്നത്. അത് ജപ്പാനിലുള്ള കുറേ ആളുകൾ ഇത് ഒരുപാട് 1910 മുമ്പ് എപ്പോഴാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് തൈറോയിഡിൻ്റെ കണ്ടീഷൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാരണം പല കാരണങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ തൈറോയിഡ് മാത്രം അനലൈസ് ചെയ്ത് അതിൻ്റെ ബയോപ്സി പത്തോളജിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും പുള്ളി കണ്ടുപിടിച്ചതാണ് അതിനകത്തെല്ലാം ഈ ലിംഫോസിറ്റിക് തൈറോയിഡ്, കുറേ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരുതരം ശ്വേതാണുക്കൾ അതിനകത്ത് കയറി പറ്റുന്നതായിട്ടും അതിനകത്ത് സിസ്റ്റ് ചെറിയ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സാക്സ് മാതിരി ഫോം ചെയ്ത് ഇറഗുലർ ചിലത് ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ ഒക്കെ ഇരിക്കുന്നതായിട്ട് തൈറോയിഡിൻ്റെ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു. പുള്ളി അതിനൊരു ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നത് കാരണം പുള്ളി അതിനെ ഒരു തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ നീർവീക്കം, ഇൻഫ്ലമേഷൻ ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിനെ വിട്ടു. അപ്പോൾ പക്ഷേ ഭാവിയിൽ പിന്നെ നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടത് ഈ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഫിനോമിനായിട്ട് കുറേ ആൻറ്റിബോഡീസിൻ്റെ പ്രവർത്തനം കാരണമാണ് ഇത് വരുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ഇത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ഈ അമ്മയുടെ ദേഹത്തുള്ള ആൻറ്റിബോഡീസ് ഈ പ്ലസൻ്റ് വഴി കുഞ്ഞിന് കിട്ടുന്ന വഴി അങ്ങനെയുള്ള ജനറ്റിക് സെൻസിറ്റൈസേഷൻ ആണ് കാരണമെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അതിന് ഇത്രയും വർഷമായിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ ആൻറ്റിബോഡീസിനെ തുരത്താനുള്ള മാർഗം മാത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഒരു ജനിതകപരമായ ഒരു കാരണം കൊണ്ടുണ്ടാകുന്നു മാത്രമേ പറയാനൊക്കുള്ളൂ. അതൊരു പെർമിസിവിറ്റി ജീൻ എന്നൊരു ജനറ്റിക് ചേഞ്ചാണ്. ആ ജീൻ ഉള്ളിടത്തോളം കാലം നമുക്ക് വഴിയെ പോകുന്ന എന്ത് ഇൻഫെക്ഷൻ ആയിരുന്നാലും, ഇൻഫ്ലമേഷൻ ആയിരുന്നാലും, വൈറസ് ആയിരുന്നാലും, ചിലപ്പോൾ ചിലർക്ക് ഈ ഓട്ടോമൊബൈലിൻ്റെ എക്സോസ്റ്റ് അത് ശ്വസിച്ചാൽ തന്നെ ചിലർക്ക് ഈ അന്തരീക്ഷ വായുവിലുള്ള വ്യത്യാസങ്ങൾ വരെ ഇതിന് കാരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ സ്പെസിഫിക്കായിട്ടൊരു കാരണം പറയാനില്ല. നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോൾ ചിലർക്ക് പെർഫ്യൂം ആയിരിക്കാം, ചിലർക്ക് പൗഡർ ആയിരിക്കാം, ചിലർക്ക് ഈ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന കെമിക്കൽസ് ആയിരിക്കാം. പല സെൻസിറ്റിവിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഈ പെർമിസിവിറ്റി ജീൻ ഉള്ളവർക്ക് മാത്രം അത് ടേൺ ഓൺ ആവും. അപ്പോൾ ബോഡിക്കകത്ത് ഒരുതരം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡി നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത് തൈറോയിഡിനെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഈ പെർമിസിവിറ്റി ജീൻ ഉള്ളവർക്ക് തൈറോയിഡ് ഒരു ഫോറിൻ ആൻറ്റിജനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഈ ആൻറ്റിബോഡി വെച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് കുറേശ്ശെ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലർക്കത് സോർനെസ്, തൊണ്ടയിൽ ചെറിയൊരു നീർവീക്കം പോലെ തോന്നും, ശബ്ദം ഇടരുന്നതായിട്ട് തോന്നും. ചിലർക്ക് ഗ്ലാൻഡ് തന്നെ എൻലാർജ് ചെയ്തിട്ട് അവിടെ ഒരു കംപ്രഷൻ ഫീലിംഗ് തോന്നും. അങ്ങനെ പല കാരണങ്ങളായി കണ്ടുവരാറുണ്ട്. ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് വീക്കം വന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോർമോൺ ലീക്ക് ഔട്ട് ചെയ്തിട്ട് തൈറോടോക്സിക്കോസിസ് എന്നൊരു കണ്ടീഷൻ വരും. അതായത് അമിതമായിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിയിട്ട് അവർക്ക് ആങ്സൈറ്റി, പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്, ഉറക്കമില്ലായ്മ, പിന്നെ തലമുടി പൊഴിച്ചിൽ, പിന്നെ സ്ത്രീകൾക്കാണിത് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം ഈ മാർത്തവത്തിനുള്ള വ്യത്യാസങ്ങൾ, അമിതമായിട്ട് ബ്ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് വരിക, പിന്നെ ഈ തലമുടി പൊഴിച്ചതിൻ്റെ കൂടെ ദേഹം പെട്ടെന്ന് ഭയങ്കര ചൂടായിട്ട് തോന്നുക, ഉഷ്ണം സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമായിട്ട് മാറുക, പിന്നെ വെയിറ്റ് ഇത് കാരണം നല്ലപോലെ ആപ്പിറ്റൈറ്റ് കൂടും, ഭക്ഷണം നല്ലപോലെ കഴിക്കും, പക്ഷേ വയറ്റിൽ നിന്ന് പോക്കും ഒരുപാട് ഫ്രീക്വൻ്റായിട്ട് വരും. അപ്പോൾ വയറ്റിനകത്ത് കാലറി ഡെഫിസിറ്റ് വന്നിട്ട് വെയിറ്റ് ലോസ് വരും. മസിൽ ലോസാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോൺ ലോസും കാണാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷന് തൈറോടോക്സിക്കോസ് എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ആൻറ്റിബോഡി, കഴുത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ആൻറ്റിബോഡി പതുക്കെ കണ്ണിൻ്റെ പുറകുവശത്തുള്ള ടിഷ്യൂസിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കണ്ണിനെ കുറേശ്ശെ പുറത്തേക്ക് തള്ളുന്ന മാതിരി വന്നു കഴിഞ്ഞാൽ പ്രോപ്റ്റോസിസ് അല്ലെങ്കിൽ എക്സോഫ്താൽമോസ് എന്ന് വിളിക്കും. അത് കണ്ണിൻ്റെ ചിലർക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ തുറിച്ച് നോക്കുന്ന മാതിരി തോന്നും, കണ്ണ് ബൾജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ. അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ തൈറോയിഡിലൊരു വീക്കമുണ്ട്, ഈ ആങ്സൈറ്റി, നെർവസ്നെസ്, പാൽപിറ്റേഷൻസ്, വെയിറ്റ് കുറവ്, തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ TSH 0.001 അല്ലെങ്കിൽ അതിൽ അൺഡിറ്റക്റ്റബിൾ റേഞ്ച് കാണും. ഫ്രീ T4, ഫ്രീ തൈറോയിഡ് ഹോർമോൺസൊക്കെ വളരെ ഹൈ ആയിരിക്കും, ഈ ആൻറ്റിബോഡീസ് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ആൻറ്റിബോഡി ക്രോസ് റിയാക്ട് ചെയ്ത് ഈ കണ്ണിൻ്റെ പുറകിൽ ഈ ബൾജിങ് ഉണ്ടെങ്കിൽ അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കും. അപ്പോൾ അത് ഹാഷിമോട്ടോസ് തൈറോയിഡിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. ബിക്കോസ് ഇവൻച്വലി ഇതെല്ലാം തൈറോയിഡിനെ ബേൺ ഔട്ട് ചെയ്യും. ബേൺ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള സ്റ്റേറ്റിലോട്ട് പോകും. തൈറോയിഡിൻ്റെ അവസ്ഥ ഇല്ലാതാകുക. ഗ്ലാൻഡ് അവിടെ തന്നെ കാണും, പക്ഷേ അതിന് പ്രൊഡക്ഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതിന് തിരിച്ചു വരാൻ പറ്റുമോ? ഇതിൻ്റെ ആൻറ്റിബോഡീസിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം അത് കുറഞ്ഞ് ആൻറ്റിബോഡീസ് കുറഞ്ഞ് തീരെ നിസ്സാരമാകുമ്പോൾ നോർമൽ ഫംഗ്ഷനിലോട്ട് വരും. പക്ഷേ അതിങ്ങനെ കൂടിയും കുറഞ്ഞ് ഇരുന്നിട്ട് ഒരു ആൾക്കൊരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ അറ്റാക്സ് കാരണം ഇതിനകത്ത് ഫങ്ഷണൽ ടിഷ്യൂ മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്കാർ ടിഷ്യൂ മാത്രമാവും. സ്കാർ മാത്രമായി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബ്രെയിനിൽ നിന്ന്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് ഈ TSH ഉണ്ടാകുന്നത്. ആ TSHൻ്റെ പ്രൊഡക്ഷൻ ക്രമാതീതമായിട്ട് കൂടും. അപ്പോൾ നേരത്തെ ലെസ് ദാൻ 0.001 ആയി ഇൻഫ്ലെയിംഡ് ഗ്ലാൻഡ് ആയിരുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് നേരെ മറിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ TSH 10, 20, 50, 100 ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ബ്രെയിൻ പറയാണ് ഇവിടെ ഇതിനകത്ത് ഹോർമോൺ ഇല്ല, പ്രൊഡ്യൂസ് മോർ എന്നുള്ള സിഗ്നലാണത്, അത് കൂടുന്നതിൻ്റെ ലക്ഷണം. അപ്പോൾ നോർമൽ ഒരു ഹെൽത്തി പേഴ്സൺ വിത്ത് എ നോർമൽ ഫങ്ഷനിങ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ TSHൻ്റെ വാല്യൂ ബിറ്റ്വീൻ 1 and 3 ആണ്. അപ്പോൾ 1-നും 3-നും ഇടയ്ക്ക് നിൽക്കണം. 1-ന് താഴെ പോയി കഴിഞ്ഞാൽ ഗ്ലാൻഡിലെ പ്രൊഡക്ഷൻ ശകലം കൂടുതലാണെന്നർത്ഥം. അല്ലെങ്കിൽ ഇവർ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ ഡോസ് കൂടുതലാണെന്നർത്ഥം. അപ്പോൾ 1-നും 3-നും ഇടയ്ക്കാണെങ്കിൽ കറക്റ്റ് ഡോസ്, കറക്റ്റ് ഫങ്ഷൻ. 3-ന് മുകളിലാണെങ്കിൽ അത് പ്രായം കൂടിയ ആളുകൾക്കാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു 80-85 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പാൽപിറ്റേഷൻ വരും, ആങ്സൈറ്റി വരും, തലച്ചുറ്റി വരും, വീഴും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ബോഡി തന്നെ തൈറോയിഡിനെ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കും. അത് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മരുന്നൊന്നും കൊടുക്കാറില്ല. ചിലപ്പോൾ TSH 5 ആയിരിക്കും, ചിലപ്പോൾ 8 ആയിട്ട് വരും, നമ്മളൊന്നും ചെയ്യാറില്ല. 10-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ കാല് മസിൽ കോച്ചി പിടിക്കുക, വെയിറ്റ് കൂടുക, എനർജി ഇല്ലാതിരിക്കുക, ശരീരം എപ്പോഴും തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ TSH നോക്കുമ്പോൾ 10-ൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയൊരു ഡോസ് വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നോർമലാക്കി TSH 5-ന് താഴെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കും. പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിമുലൻ്റാണ്. തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് സ്റ്റിമുലൻ്റാണ്. അതൊരു 5 കപ്പ് കാപ്പി കുടിച്ച എഫക്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ആങ്സൈറ്റി, നെർവസ്, പാൽപിറ്റേഷൻ, ചിലരുടെ ബോഡി അത് താങ്ങില്ല. ചിലർക്ക് തലവേദന വരും, നെഞ്ചിടിപ്പ് കൂടും, ഈ ശരീരം പെട്ടെന്ന് ഉഷ്ണിക്കും, വേർപ്പ് വരും, അങ്ങനെയുള്ള ഫീലിങ്സൊക്കെ വരും. അപ്പോൾ ചിലർക്ക് ഒട്ടുമേ താങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ ചെറിയ ഡോസ് ഞങ്ങൾ നാക്കിനടിയിൽ ഇടാൻ പറയും, അങ്ങനെ കുറേശ്ശെ അലിയിച്ച് എടുക്കാൻ പറയും. അപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഈ നെഞ്ചിടിപ്പും പാൽപിറ്റേഷൻ വിറയിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഞങ്ങൾ ബീറ്റ ബ്ലോക്കർ എന്നൊരു ഗുളികയോട് കൊടുക്കും. അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഈ ഞരമ്പുകളെയും ഈ ഹാർട്ടിൻ്റെ മസിലിനെയും അത് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാതെ സൂക്ഷിക്കും. അറ്റ് ദ സെയിം ടൈം എനർജി ലെവൽ കൂട്ടുകയും ചെയ്യും. ഈ പൊതുവെ ഇന്റർനെറ്റിൽ പരക്കുന്നൊരു സംഭവമുണ്ട്, ഈ ഗ്ലൂട്ടൺ അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ? ഇല്ല, അങ്ങനെയില്ല. ഇത് ഒരുപാട് മിഥ്യാധാരണകളുണ്ട് അതിന്. അതായത് ഇതിൻ്റെ സ്റ്റഡി റിസർച്ച് ആവുന്ന സമയത്ത് ഈ മുയലുകൾക്ക് ഒരുപാട് ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതുങ്ങൾക്ക് ഒരുപാട് ഈ മുള്ളങ്കി, ഒരുപാട് ഈ ക്യാബേജ് മുതലായ വെജിറ്റബിൾസ് കൂടുതൽ അതാണ് എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് ഇത് ഒരുപാട് കഴിക്കുന്ന ഇത് കാരണം ഇങ്ങനെയുള്ള മനുഷ്യനും ഉണ്ടാകാം. പക്ഷേ ഒരു ദിവസം ഒരു കിലോ അല്ലെങ്കിൽ 2 കിലോ ക്യാബേജ്, 2 കിലോ മറ്റേ ഇതാണല്ലോ ബ്രസൽസ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്ന സാധനം, അങ്ങനെയുള്ള വെജിറ്റബിൾസ് അത്രയൊക്കെ ലെവലിൽ കഴിച്ചാലേ ഇത് വരത്തുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ആ ഒരു സജഷൻ ഇങ്ങനെ മുയലുകൾക്കും ആനിമൽസിനൊക്കെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ച് നമുക്കതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മിതമായ രീതിയിൽ നമുക്ക് കഴിക്കാം, പ്രശ്നമില്ല. അതുപോലെ ഈ പറഞ്ഞ മാതിരി ഈ ഗ്ലൂട്ടനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക്, തൈറോയിഡ് ഹോർമോൺ ഇല്ലാത്തവർക്ക് നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ ഈ സ്റ്റിമുലൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റിമുലൻ്റ് കൊടുക്കുമ്പോഴത്തേക്കും ശരീരം മൊത്തം സ്റ്റിമുലേറ്റഡ് ആകും, തല തൊട്ട് കാല് വരെ. അപ്പോൾ ഈ പാൻക്രിയാസ് ശകലം ഓവർ സ്റ്റിമുലേറ്റഡ് ആകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ ലെവൽ കൂടും.
ഇൻസുലിൻ ലെവൽ കൂടി കഴിയുമ്പോഴത്തേക്കും വയറിനകത്ത് ഗ്യാസിൻ്റെ പെരുക്കം വരും, പിന്നെ ഈ ക്ഷീണം വരും. ഈ തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചിട്ടും എനർജി ലെവൽ ഇല്ലാന്ന് തോന്നും. അപ്പോൾ അത് യൂഷ്വലി ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് കാണും. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലായിരിക്കും, പക്ഷേ അവർക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും, ക്ഷീണം വരും, മെമ്മറി ലോസ് വരും, നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിപ്രഷൻ കൂടുതലായിട്ട് കാണും, ആങ്സൈറ്റി അറ്റാക്സ് ചിലപ്പോൾ വരും, ചിലപ്പോൾ ക്ഷീണം വന്ന് തളർച്ച വരും, ഇങ്ങനെ കാലിൽ മസിൽ കൂച്ചി പിടിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇവർക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ ഈ പാൻക്രിയാസിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനാണ് ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ചെയ്ത് അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഗ്ലൂട്ടൻ, ചപ്പാത്തി, റൈസ് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തളർച്ച വരും, വയറിനകത്ത് ഒരു അപ്സെറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ വരും, വളരെ ഒരുപാട് ബ്ലോട്ടിങ് സെൻസേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ വരുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ഈ ഇൻസുലിൻ ലെവൽ ഓൾറെഡി കൂടി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു 10 ഇരട്ടി കൂടും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ കുറയ്ക്കാനുള്ള ടെക്നിക്സ് ചെയ്യണം. അതിനുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വരത്തില്ല. ഈ പറഞ്ഞ മാതിരി തൈറോയ്ഡ് എവിടെയൊക്കെ ആണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ വരുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഹാർട്ടിലും ഞരമ്പുകളിലും ആണെങ്കിൽ പാൽപിറ്റേഷൻസ്, ആങ്സൈറ്റി, നെർവസ്നെസ്, ട്രെമർ ഇത് വരികയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബീറ്റ ബ്ലോക്കർ കഴിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അതല്ല ഈ വയറുമായിട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഈ ചില ഫുഡ്സ് ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെയിറ്റ് കൂടുന്നു, ഓർമ്മക്കുറവ് വരുന്നു, തലയ്ക്കൊരു മന്ദത, ക്ഷീണം വരുന്നു. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് HbA1c നോക്കുക, എന്നിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതിപ്പം ഈ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഡയറ്റിലും ഇപ്പോൾ തൈറോയിഡിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആൻറ്റിബോഡി കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണെന്ന്. ആൻറ്റിബോഡി കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ആയത് കാരണം അതിൽ നോഡ്യൂൾസ് അല്ലെങ്കിൽ അതിനകത്ത് ഈ വീക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്താൽ ഒന്നിൽ കൂടുതൽ അമിതമായിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ കുറച്ചുണ്ടാകുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിക്കാതെ മാറില്ല. അതിന് ഒരു ഡയറ്ററി ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. അത് ഈ തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്നുള്ള കണ്ടീഷൻ, അതായത് അമിതമായി ഗ്ലാൻഡിൽ നിന്ന് ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആങ്സൈറ്റി, നെർവസ്നെസ്, പാൽപിറ്റേഷൻ, വെയിറ്റ് ലോസ്, പിന്നെ ഈ ട്രെമർ, ഷേക്കിനെസ് ഇതൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ അയഡിൻ കൂടുതലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. കൂടുതലുള്ള കാര്യങ്ങൾ അയഡിൻ കൂടുതലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സീ സോൾട്ട്, കടലുപ്പ്, പരലുപ്പ്, പിന്നെ ഈ ചില ഈ ജാപ്പനീസ് ഫുഡിലൊക്കെ കിട്ടുന്ന ഈ സൂഷിയൊക്കെ കഴിക്കുമ്പോൾ അതിലൂടെ തരുന്ന സോസുകൾ, സീ വീഡ്, കടലിൽ നിന്ന് എടുക്കുന്ന പുല്ലുകൾ, ഇതിലൊക്കെ ഈ അയഡിൻ്റെ അംശം 10 മടങ്ങ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് അത് കഴിക്കേണ്ടെന്ന് പറയും. എന്നിട്ട് റെഗുലർ അയഡൈസ് സോൾട്ട് കഴിക്കാൻ പറയും. സീ ഫുഡ് കഴിക്കാം, പക്ഷേ സീ വീഡോ സീ സോൾട്ടോ കഴിക്കരുത്. പിന്നെ ഈ കോഫ് സിറപ്പൊക്കെ ആവശ്യം വരുന്ന സമയങ്ങളിൽ കോഫ് സിറപ്സിനകത്ത് ഒരുപാട് അയഡിൻ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അയഡിൻ കുറവുള്ള കോഫ് സിറപ്പ് കഴിക്കാൻ പറയും. പിന്നെ അറ്റ് ദ സെയിം ടൈം അറ്റ് ദി ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്നതാണ് ഈ സോൾട്ടുകളുടെ ഏറ്റവും കുറവ് അയഡിൻ ഉള്ളതാണ് ഈ ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ പിങ്ക് സോൾട്ട്. അത് കഴിക്കാനേ പാടില്ല. അത് ഇങ്ങനെയുള്ളവർക്ക് നല്ലതല്ല. എന്ന് വെച്ചാൽ അയഡിൻ ഒരു സർട്ടൺ അളവിൽ നമുക്ക് വേണം. ബിക്കോസ് അയഡിൻ ഇതിൻ്റെ ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. ഓരോ തൈറോയ്ഡ് മോളിക്യൂളിലും 3 മുതൽ 4 മോളിക്യൂൾ അയഡിൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഡെയിലി അയഡിൻ നമ്മൾ ഡയറ്റിൽ സപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്ലാൻഡ് ഇറഗുലറാകും, ഗ്ലാൻഡ് വീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്ക് ഈ പറയുന്ന പിങ്ക് സോൾട്ട് കഴിക്കുന്നത് പ്രശ്നമുണ്ടോ? പിങ്ക് സോൾട്ട് കഴിക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ BP കാരണം കൊണ്ടോ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ലോങ് ടേമിൽ പിങ്ക് സോൾട്ട് മാത്രം കഴിക്കുന്നവർക്ക് ഒരു അയഡിൻ ഡെഫിഷ്യൻസി വരും, പ്രത്യേകിച്ച് ഈ ഗോയിറ്ററൊക്കെ ഉള്ളവർക്ക്. സാധാരണ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അതെ, ഒരു ഫാൻസി എന്നുള്ള പണ്ട് ഈ മറ്റേ മലമുകളിൽ താമസിക്കുന്നവർക്കെല്ലാം ഈ തൊണ്ടമുഴ വളരെ കോമൺ ആയിരുന്നു. അത് ഹിൽ സൈഡ് അസോസിയേറ്റഡ്, മൗണ്ടനസ് റീജിയൻ അസോസിയേറ്റഡ് ഗോയിറ്റർ എന്നാണ് പറഞ്ഞത്, എൻഡമിക് ഗോയിറ്റർ എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ളിടത്ത് ഈ കടൽ ഭക്ഷണങ്ങളൊന്നും കിട്ടാനില്ലാതെ അങ്ങനെയുള്ളവർക്ക് അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അയഡിൻ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് അയഡിൻ്റെ ഇത് കിട്ടാൻ എവിടുന്നെങ്കിലും കുറച്ച് അയഡിൻ കിട്ടുമ്പോഴത്തേക്ക് അത് വെച്ച് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ ഗ്ലാൻഡ് കുറച്ചുകൂടെ വികസിക്കും. അതങ്ങനെയാണ് ഈ ഗ്ലാൻഡ് ഇറഗുലറും ഗോയിട്രസ് സ്വെല്ലിംഗ് ഉണ്ടാകുന്നത്. ഈ PCOD ഉള്ള പെൺകുട്ടികളിൽ PCOD ചികിത്സിക്കാനായിട്ട് ഇപ്പം നമ്മൾ മറ്റേ GLP-1 പോലുള്ള മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? അത് PCODക്ക് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് വെയിറ്റ് ലോസ്. അപ്പോൾ വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് കുറയും. ഇൻസുലിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിൻ പാത്വേ ഈ PCOD വരുത്തുന്നത്. അപ്പോൾ ഹൈപ്പർ ഇൻസുലിൻ ലെവൽ എങ്ങനെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ആ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറായിട്ട് ഈ ഓവറിയുടെ സൈസ് കൂട്ടും.
ഓവറിയുടെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓവറിക്ക് ഇന്നർ കോറും ഔട്ടർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയറിലാണ് ഈ ഫീമെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെയർ. അപ്പോൾ അവിടെയാണ് ഈ എഗ്സ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഫീമെയിൽ ഹോർമോണും അകത്തെ ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ അത് മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസിങ് ലെയറാണ്. അപ്പോൾ മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും തമ്മിലൊരു സർട്ടൻ റേഷ്യോ ഉണ്ട്. അത് 2:1 ആയിരിക്കണം. അപ്പോൾ 2 times ഫീമെയിൽ 1 time മെയിൽ. ആ റേഷ്യോ വന്നാലേ എഗ്ഗ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൻ സൈസ് എത്തിക്കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്രസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ പിന്നെ ഷെഡ് ചെയ്യില്ല. പക്ഷേ ഇത് സെക്ഷൽ ആക്ടിവിറ്റി ഇല്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടും ഇത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ എഗ്ഗ് യൂട്രസ് വഴി ലോസ് ചെയ്തിട്ട് പിന്നെ ആ സപ്പോർട്ടിങ് മെമ്പറൈൻസ് ഒക്കെ ഷെഡ് ചെയ്താണ് പീരിയഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി വരും. ഈ പറഞ്ഞ മാതിരി എഗ്ഗ് റിലീസ് ചെയ്തവരുടെ ഇതുമായിട്ട് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ എഗ്ഗ് റിലീസ് ചെയ്തില്ല, എഗ്ഗ് അവിടെ തന്നെ സ്റ്റക്കായി പോയി അവിടെ നശിച്ചിട്ട് അതൊരു സിസ്റ്റ് ആവും. അത് കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത സൈഡിലുള്ള ഓവറിയിൽ ഇതുപോലെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് വന്ന് മെച്യൂരിറ്റി സ്റ്റേജ് എത്തി, റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഹോർമോണൽ ലെവൽസ് ഫ്ലക്ച്വേറ്റ്, ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം കാരണം ഹോർമോണിൻ്റെ റേഷ്യോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യും. അപ്പോൾ 2:1 റേഷ്യോ എന്ന് പറഞ്ഞില്ലേ, മെയിലും ഫീമെയിലും മെയിലും. അപ്പോൾ അത് തിരിച്ച് 1:2 ആയി കഴിഞ്ഞാൽ ഫീമെയിൽ 1 ഉള്ളൂ, മെയിൽ ഹോർമോൺ 2 times ആണെങ്കിൽ ആ എഗ്ഗ് റിലീസ് ചെയ്യില്ല. അതവിടെ തന്നെ സ്റ്റക്കായത് അത് സിസ്റ്റാവും. ഇത് ഓവർ ടൈം 2, 3, 4, 5 സിസ്റ്റുകളെല്ലാം കൂടെ ഒന്നിച്ചേർന്ന് വലിയൊരു സിസ്റ്റാവും. എന്നിട്ട് ഓവർ ടൈം നോക്കിക്കഴിയുമ്പോൾ ആ ഓവറീസിൽ നോക്കിയുമ്പോൾ അതിൻ്റെ പുറത്ത് മുഴുവൻ ഇതുമാതിരി സിസ്റ്റുകൾ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. അതാണ് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് PCO എന്ന് പറയുന്നത്. അതൊരു ഡിസീസായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് ഒക്കെ ഇറഗുലർ ആവും. ഈ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ ഇത് ഒരു റെഗുലേഷനും ഇല്ലാതെ ഇതിനകത്ത് മെംബ്രെയിൻ ബിൽഡപ്പ് ചെയ്യുന്ന റേഷ്യോ അനുസരിച്ച് അതൊരു സർട്ടൺ തിക്നെസ് ആകുമ്പോൾ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് ഷെഡ് ചെയ്യും. അപ്പോൾ ഒരു കാരണമില്ലാതെ ഒരു പീരീഡ് അങ്ങ് ഉണ്ടാവും. അത് വളരെ ഹെവി ടൊറൻഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറേ മാസത്തേക്ക് ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത ഒരു സർട്ടൺ ലെവൽ എത്തുമ്പോൾ അത് പിന്നെ ഷെഡ് ചെയ്യും. അല്ലെങ്കിൽ ഇടയ്ക്ക് മറിച്ച് ഒരു ചെറിയൊരു പീസ് പോകാത്തത് കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെ ഒരു സ്പോട്ടിംഗ് ആയിട്ട് 2-3 ദിവസം ഉണ്ടാവും. ഇതിങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ വരും. സൈക്കിൾസൊക്കെ വളരെ ഹൈലി വേരിയബിൾ ആകും. അങ്ങനെയുള്ളവർക്ക് ഈ എഗ്ഗ് റിലീസ് ചെയ്യാത്ത കാരണം അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. അതാണ് ഈ PCOD ജെനസിസ്. പിന്നെ ഈ മെയിൽ ഹോർമോൺ റേഷ്യോ കൂടുന്നത് കാരണം ഇവർക്ക് മെയിൽ ടൈപ്പ് ഓഫ് ഹെയർ ഗ്രോത്ത് കാണും. അപ്പോൾ താടിയിൽ രോമം വളരുക, മീശ വളരുക, പൊക്കിളിന് ചുറ്റും രോമം വളരുക, ഈ ഉൾത്തൊടയുടെ സൈഡിൽ ഈ രോമം വളരുക, പിന്നെ ഈ ഉച്ചിയിൽ നിന്ന് മുടി പൊഴിയുക, പിന്നെ മുഖത്ത് മുഴുവൻ മുഖക്കുരു വരിക, മുതുകിൽ കുരുക്കൾ വരിക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അതാണ് നമുക്ക് PCODയുടെ ഒരു ജനറൽ അപ്പിയറൻസ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസുലിൻ കുറച്ചുകൊണ്ടുവന്നത്, അതായത് വെയിറ്റ് ലോസ് വഴിയും ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇൻസുലിൻ്റെ ലെവൽ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ, അതിനാണ് മെറ്റ്ഫോമിൻ മുതലായ ഗുളിക കൊടുക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഷ്യോ, ഈ മെയിൽ ഫീമെയിൽ ഹോർമോൺ റേഷ്യോ നോർമലാകും. നോർമലായി കഴിയുമ്പോൾ എഗ്ഗ് റിലീസ് ചെയ്യും. എഗ്ഗ് റിലീസ് ചെയ്യുമ്പോൾ അത് കാരണം മെൻസ്ട്രൽ സൈക്കിൾ റെഗുലറായിട്ട് വരികയും ചെയ്യും. ഏർലി 40s 50s അങ്ങനെയുള്ള സ്ത്രീകൾക്കും പൊതുവേ ഈ സിസ്റ്റ് വരുന്ന സമയത്ത് യൂട്രസ് റിമൂവ് ചെയ്യുന്ന പൊതുവേ ഇപ്പോൾ കാണാറുണ്ട്. ഒരുപാട് കേസസ് അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് ഇത് ഈ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങോട്ട് മാറുന്നതാണോ, അതോ ആ ഒരു പ്രായത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് വരുന്നതാണോ, ഈ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഈ സിസ്റ്റുകൾ റിമൂവ് പണ്ടൊരു വെഡ്ജ് റിസെക്ഷൻ ഒരു സർജറി ഉണ്ടായിരുന്നു. അതായത് ഓവറിയുടെ പുറത്ത് ഇങ്ങനെ സിസ്റ്റുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ ഒരു വെഡ്ജ് ഷേപ്പിൽ അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് അതിനെ രണ്ടും കൂടെ തയ്ച്ച് വയ്ക്കും. തയ്ച്ച് വെച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള മെംബ്രെയിനിൽ നിന്ന് ഈ സിസ്റ്റുള്ള ഭാഗം മുഴുവൻ പോയല്ലോ, ബാക്കിയുള്ള മെംബ്രെയിനിൽ നിന്ന് നോർമലായിട്ട് എഗ് പ്രൊഡക്ഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് മാറ്റണം എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനെ ചിലർ ഓവർ റൈഡ് ചെയ്ത് ഈ ഓവറിയുടെ ഹോർമോൺ ഉപയോഗിക്കേണ്ട, നമുക്ക് കറക്റ്റ് റേഷ്യോയിൽ വേറെ എക്സ്റ്റേണൽ ഹോർമോൺ കൊടുക്കാം. അപ്പോൾ അതിനാണ് ഇവർ ഈ ബർത്ത് കൺട്രോൾ പിൽസ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ സിഗ്നൽ കറക്റ്റ് ആവും, എഗ് റിലീസ് ചെയ്യത്തില്ല, പക്ഷേ യൂട്രസിൻ്റെ ഷെഡിങ് സൈക്കിൾ നോർമലാവും. അപ്പോൾ കറക്റ്റായിട്ട് പീരിയഡ്സ് വരും. അപ്പോൾ അത് പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല വിചാരിച്ചു. ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യില്ല. അപ്പോൾ ഇത് പീരിയഡ്സ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വരണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ യൂട്രസിനകത്ത് ചിലപ്പോൾ ഈ ഇന്നർ ലൈനിങ് മെംബ്രെയിൻ അത് ഓരോ സൈക്കിളിൽ ഷെഡ് ചെയ്ത് പോകാതെ അത് ഉള്ളിലോട്ട് കയറി വളർന്ന എൻഡോമെട്രിയോസിസ് എന്നൊരു കണ്ടീഷൻ വരും. അത് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ സൈക്കിളിലും ഷെഡ് ചെയ്യേണ്ട മെംബ്രെയിൻസ് അകത്ത് ഇന്നർ ബ്ലീഡിങ് ഉണ്ടാക്കി അത് യൂട്രസ് മൊത്തം ഇറഗുലർ ആൻഡ് ഫൈബ്രോസ്ഡ് ഒക്കെ ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ചില ഷെഡ് ചെയ്ത മെംബ്രെയിൻ ഈ ട്യൂബിൻ്റെ അറ്റം വഴി വയറിനകത്തെ ക്യാവിറ്റിക്ക് അകത്ത് വീഴും.
പുറന്തള്ളപ്പെടാതെ അകത്ത് വീണിട്ട് അവിടെ കിടന്നത് അതൊരു ചെറിയ ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് അവിടുന്ന് അതിന് ഓരോ മാസത്തിലും അതിന് സൈക്ലിക്കൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് കലശലായ വയറുവേദന. പിന്നെ അത് ആ ബ്ലഡിൻ്റെ അംശം ഉള്ളത് കാരണം അവിടെ ഈ ഫൈബ്രസ് ടിഷ്യൂ ഫോം ചെയ്തിട്ട് ഈ ഇൻറ്റസ്റ്റൈൻസിനെ കൂട്ടിക്കിട്ടും അത്. അപ്പോൾ അത് ഇൻറ്റസ്റ്റൈനൽ അഡ്ഹീഷൻസ് എന്ന് പറയും. അത് വന്നു കഴിയുമ്പോൾ കലശലായ വയറുവേദന, ഇടയ്ക്ക് മുറയ്ക്കും ഛർദിൽ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് ഇവർ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് മുഴുവൻ ഇങ്ങനെ ഇതെല്ലാം കൂടെ കണക്റ്റഡായിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും. അത് പിന്നെ ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് ഇതിൻ്റെ അഡീഷനൊക്കെ റിമൂവ് ചെയ്ത് അവസാനം ഈ എൻഡോമെട്രിയൽ ഡെപ്പോസിറ്റുള്ള സ്ഥലങ്ങളിൽ ലേസർ അടിച്ച് അതിനെ കരിച്ചു കളയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. ഈ യൂട്രസിനകത്ത് ഇങ്ങനെ ഫൈബ്രോയിഡ് എന്നൊരു കണ്ടീഷൻ വരും. അപ്പോൾ അത് ഈ ഇൻസുലിൻ്റെ അമിതമായ സ്രവണം കാരണം, ഈ ഗ്രോത്ത് ഫാക്ടർ ഇഫക്റ്റ് കാരണം യൂട്രസിൻ്റെ മസിൽ എല്ലാം കൂടെ നോട്ട് ചെയ്ത് ഒരു നോഡ്യൂളായി. ആ നോഡ്യൂൾ വളർന്ന് ചിലതൊക്കെ 1 കിലോ 5 കിലോ വരെയൊക്കെ. അതാണ് ഈ ഇടയ്ക്ക് ഒരു സ്ത്രീയുടെ യൂട്രസിനകത്ത് ഈ കത്രി കണ്ട കേസ് പറഞ്ഞില്ലേ, അത് അവർ പറഞ്ഞത് 1 കിലോ എങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു ട്യൂമറായിരുന്നു. അത് റിമൂവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് അത് ക്ലാമ്പ് ചെയ്ത് ഒരു ഫോഴ്സപ്സാണ് അതിൻ്റെ അകത്ത് ഇട്ട് മറന്നുപോയത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വെയിറ്റ് കാരണം തന്നെ അവിടെ ഒരു ഭാരം പോലെ തോന്നും. പിന്നെ അതിനകത്ത് ഓരോ മാസത്തിലും വേദന വരും. പിന്നെ അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ കാൽസിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ കാരണങ്ങളെ കൊണ്ട്, ട്യൂമർ ഫോർമേഷൻ കൊണ്ട് തന്നെ അത് എടുത്ത് കളയാൻ പറയും. പിന്നെ അത് ഈ ബ്ലാഡറിൻ്റെ പുറത്തോട്ട് പ്രഷർ എഫക്ട്സ് ഒക്കെ കൊടുക്കും. അങ്ങനെ അവർക്ക് ബ്ലാഡർ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ എഫക്റ്റ് ആവും. സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രഗ്നൻസി പില്ല് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ സൈക്കിൾസ് മൊത്തം മെസ്സപ്പ് ആവുന്നു. അതിൻ്റെ ഈ ബർത്ത് കൺട്രോൾ പില്ല് ബർത്ത് കൺട്രോൾ പില്ല് കഴിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കത്തില്ല. അപ്പോൾ ഓവുലേഷൻ നടക്കാതെ അങ്ങനെയാണ് അത് കോൺട്രസെപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ബർത്ത് കൺട്രോൾ പില്ല് നമ്മൾ കറക്റ്റായിട്ട് സൈക്കിൾസ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അറ്റ് സെയിം ടൈം പിന്നെ ഇത് ബർത്ത് കൺട്രോൾ പില്ല് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം കണ്ടിന്യൂസ് ബർത്ത് കൺട്രോൾ പില്ല്, മറ്റേത് ഇൻ്റർമീഡിയറ്റ് ബർത്ത് കൺട്രോൾ പില്ല്. ഇൻ്റർമീഡിയറ്റ് ബർത്ത് കൺട്രോൾ പില്ലിലാണ് നമുക്ക് പീരിയഡ്സ് വരുന്നത്. ആ മാസത്തിൽ 25 ദിവസം നമ്മൾ ഈ ഹോർമോൺസ് കഴിക്കും, 5 ദിവസം നമ്മൾ ഡമ്മി പില്ല് കഴിക്കും. അപ്പോൾ ഹോർമോൺ ലെവൽ ടകാന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഷെഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പീരിയഡ്സ് വരുന്നത്. ഈ കണ്ടിന്യൂസ് പില്ലാണെങ്കിൽ ഹോർമോണിൻ്റെ നമ്മൾ ലെവൽ നിർത്തുന്നേ ഇല്ല, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പീരിയഡ്സേ വരത്തില്ല. അപ്പോൾ ചിലർക്ക് 6 മാസത്തിലൊരിക്കൽ പീരിയഡ്സ് വന്നാൽ മതി, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ വന്നാൽ മതി. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അതിനുള്ള പിൽസ് ഉണ്ട്. ഹോർമോണൽ സൈക്കിൾസ് റെഗുലറൈസ് ചെയ്യാനാണ് ഈ ബർത്ത് കൺട്രോൾ യൂസ് ചെയ്യുക, അല്ലാതെ ഇറഗുലർ ആക്കാനല്ല. ഓക്കെ. ഈ ഫീമെയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ മെയിൽ ഹോർമോൺസ് ഇല്ല, ടെസ്റ്റോസ്റ്ററോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇപ്പം ഒത്തിരി ചെറുപ്പക്കാരിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നോർമലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ പറ്റും? ഒരുപാട് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന സംഗതിയാണിത്. എനിക്ക് 22-23 വയസ്സായുള്ള ആൺപിള്ളേർ തന്നെ വരാറുണ്ട് ഇങ്ങനെ ഇത് കാരണം. അപ്പോൾ അവർക്ക് സെക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, ലിബിഡോ ഇല്ല, രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇറക്ഷൻസ് ഉണ്ടായിരുന്നതൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇത് കൂടുതലും ഇൻസുലിൻ്റെ ഇതിലോട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇൻസുലിൻ്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഈ ബ്രെയിനിനകത്തുള്ള ഷുഗർ കുറഞ്ഞു കഴിയുമ്പോൾ അത് ബ്രെയിനൊരു സ്ട്രെസ്സായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ഫോക്കസും മെമ്മറിയൊക്കെ അഫക്റ്റഡ് ആവും. മൂഡ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് പോകും, ചിലപ്പോൾ ഒരുപാട് ആങ്സൈറ്റിയിലോട്ട് പോകും, ഉറക്കമില്ലായ്മയിലോട്ട് പോകും. അപ്പോൾ അതൊക്കെ ആ ഒരു സ്ട്രെസ്സ് കാരണം ഈ ബ്രെയിനിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ നിന്നാണ് 2 ഹോർമോൺ FSH, LH. ഈ 2 ഹോർമോൺ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവരുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺസാണ്. ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓവറിക്കകത്തും ടെസ്റ്റിക്കിളിനകത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം 12 പ്രാവശ്യം ടെസ്റ്റോസ്റ്ററോൺ റിലീസുണ്ട്. അത് ഈ പൾസസ് എന്ന് പറയും. അപ്പോൾ അത് 200 തുടങ്ങി 1000 വരെ എത്തിയിട്ട് പിന്നെ 200 തിരിച്ചു വരും, പിന്നെ 200 തുടങ്ങി 1000 വരെ പോയിട്ട് തിരിച്ചു വരും. ഇങ്ങനെയുള്ള പൾസറ്റിൽ സെക്രീഷൻസ് ഓരോ മണിക്കൂറിലും 24 മണിക്കൂറിലും 12 പ്രാവശ്യം വെച്ച് വരും. അപ്പോൾ എവറി 2 hours ഒരു സൈക്കിൾ വരും. അപ്പോൾ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നടക്കുന്ന ഈ ബ്രെയിനകത്തുള്ള സ്ട്രെസ്സ് കൂടുമ്പോഴത്തേക്കും ബ്രെയിനിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ അങ്ങ് ഷട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ആദ്യം സർവൈവലാണ്, നമുക്ക് രക്ഷപ്പെടണം, ഷുഗർ ഇല്ല, അപ്പോൾ ഫ്യൂവൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കും. അപ്പോൾ ബ്രെയിൻ അതിലോട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ റീപ്രൊഡക്ഷൻ വേണ്ട എന്നുകൊണ്ട് അത് ഷട്ട് ഓഫ് ചെയ്യും. അപ്പോൾ FSH, LH അതിൻ്റെ സിഗ്നലിങ് നിൽക്കും. ആ സിഗ്നൽ നിന്ന് കഴിഞ്ഞാൽ ടെസ്റ്റുകൾ ഒരു ഡോർമൻസിയിലോട്ട് പോകും. അപ്പോൾ അതിൽ നിന്നുള്ള ഈ പൾസറ്റൈൽ ഫ്ലോ അങ്ങ് നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് 200 ലെവലിലേ എപ്പോഴും വരത്തുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 200 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 100 ലെവലിൽ കാണും.
അത്രയും മതി നമ്മുടെ മുഖത്തെ രോമവും കക്ഷത്തിലെ രോമവും ഇടുപ്പിലുള്ള രോമവും സസ്റ്റെയിൻ ചെയ്യാൻ അത്രയും മതി. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ പുരുഷനെ പോലെ ഇരിക്കുന്നു, പ്രശ്നമില്ല, മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ല. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ ലിബിഡോ കാണില്ല. ലിബിഡോയ്ക്ക് ഈ പൾസറ്റൈൽ ഫ്ലോ വേണം. എന്നാലേ ഏർലി മോർണിംഗ് ഈ പൾസസ് കൂടുതൽ അടുത്തടുത്ത് വരും ഏർലി മോർണിംഗ് അവേഴ്സ്. അതാണ് ഇറക്ഷൻ വരുന്നത്. ആസ് എ ഡേ ഗോസ് ഓൺ ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് ചെറിയ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വന്നങ്ങ് പോകും രാത്രിയാകുമ്പോൾ. അപ്പോൾ അതാണ് ഡെയിലി ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ അതെല്ലാം താളം തെറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ക്ഷീണം, ഉറക്കമില്ലായ്മ, ഫോക്കസ് ഇല്ലായ്മ, പിന്നെ ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ്, എനർജി ഇല്ലായ്മ, ഒരു ഉത്തേജനം, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള സൈക്കാട്രിക് പ്രോബ്ലംസ് കാണും. പിന്നെ വെയിറ്റ് കൂടുന്നതായിട്ട് കാണും. മെറ്റാബോളിസം വളരെ സ്ലഗിഷായിട്ട് വെയിറ്റ് വെച്ച് കയറും. കഴുത്തിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ ഗ്രോത്തുകൾ കാണും. സ്കിൻ ടാഗ്സ് എന്ന് പറഞ്ഞ ഗ്രോത്ത് കാണും. ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരും കഴുത്തിലും കക്ഷത്തിലും ഇടുപ്പിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണം ഇൻസുലിൻ അമിതമായത്. അപ്പോൾ അവർ കൂടുതലും വരുന്നത് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതാണ് എല്ലാവർക്കും വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് ചിലർ ഇത് കണ്ടുപിടിച്ചോ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവാണ്, അപ്പോൾ അത് നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്രീം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കൊടുക്കാം. ഇങ്ങനെ വെച്ച് അത് കറക്റ്റ് ചെയ്ത് നോക്കും. ടെമ്പററി ആയിട്ട് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ സിംറ്റംസൊക്കെ നോർമലൈസ് ചെയ്യും. അപ്പോൾ ഇപ്പം നോർമലായി എന്ന് തോന്നും. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാത്രം. അപ്പോഴത്തേക്കും ബ്രെയിനിന് ഈ സ്ട്രെസ്സ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ പിന്നെ അതിനെ പരിപൂർണമായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മാത്രമല്ല ഈ പുറമേ നിന്ന് ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സ്ലീപ്പിംഗ് സ്റ്റേജിൽ കിടക്കുന്ന ടെസ്റ്റുകൾ അങ്ങ് കംപ്ലീറ്റ്ലി ഒബ്സൊലീറ്റ് ആവും. അപ്പോൾ ടെസ്റ്റുകളുടെ സൈസ് ചെറുതായി വന്ന് അവസാനം ചെറിയ പീനട്സിൻ്റെ സൈസിലെത്തും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ കുട്ടികളുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ വെളിയിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ അഫക്റ്റഡ് ആവും. നമ്മുടെ സ്പേം പ്രൊഡക്ഷൻ കുറയും. അത് സ്പേം പ്രൊഡക്ഷൻ ടെസ്റ്റിക്കിളിൻ്റെ വോളിയം ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടെസ്റ്റിക്കിളിൻ്റെ വോളിയം ചുരുങ്ങി ചെറുതായിക്കൊണ്ട് അതിനുള്ള സെൽസിൻ്റെ വരവ് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള സ്പേം ഇൻഫെർട്ടൈലായി പോകും. അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. ചെറുപ്പക്കാരത് പ്രത്യേകിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. കാണുമ്പോൾ ഫിസിക്കലി ഫിറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലുക്ക് ആണെങ്കിൽ പോലും, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കുറച്ച് ഒബീസ് ആവും എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ലേ? പുറമേ കണ്ടാൽ വളരെ അരോഗ ദൃഢഗാത്രം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അവർ കവറപ്പ് ചെയ്യാൻ നോക്കും. ചിലർക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടാവും, ഡിവോഴ്സിൻ്റെ വക്കിലെത്തും. അതിൻ്റെ പുറമേ ഉള്ള നിരാശ വരും, അതിൻ്റെ ഡിപ്രഷൻ. ഇതൊരു അവസാനം സ്നോ ബോൾ എഫക്റ്റ് പോലെ വരും. ഒരുപാട് പേര് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു ബോഡിയിൽ ഫിസിയോളജിക്കലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് പരിപൂർണമായ ക്യൂറുണ്ട്. അതെങ്ങനെയാ, അത് എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെ അത് ഫിക്സ് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ഈ ആദ്യമായിട്ട് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് ഇൻസുലിൻ്റെ അമിതമായിട്ട് ഉള്ള എഫക്റ്റ് ഉണ്ടോ അത് ആദ്യം എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി സ്കിൻ ചേഞ്ചസ് ഉണ്ടോ, പിന്നെ ടെസ്റ്റിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ടെസ്റ്റിക്കൽ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനൊരു സർട്ടൺ ഫീലുണ്ട്, അതിനൊരു ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ 15 ml ആണ്. 15 മുതൽ 20 ml സൈസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് 15 എന്നുള്ളത് 10 അല്ലെങ്കിൽ 5 ആയിട്ടുണ്ടെങ്കിൽ, സൈസ് ചെറുതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ഈ ചിലർക്ക് മറ്റേ ഈ ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ വളരെ അമിതമായിട്ട് നിൽക്കുന്ന കാണാം. അപ്പോൾ ഈ സിംറ്റംസും എല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഈതർ വെയിറ്റ് ലോസ്, ഈ പറഞ്ഞ മാതിരി GLP-1 ഒക്കെ എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുക, ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ, ഈ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാതിരിക്കുക, റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക, പിന്നെ ഈ നെയ്യ്, വെളിച്ചെണ്ണ മുതലായ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക, പിന്നെ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി ഇൻസുലിൻ്റെ ലെവൽ കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ എനർജി ലെവൽ മാറും, മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യും, വെയിറ്റ് കുറയും, ആൻഡ് എവറിത്തിങ് ബിക്കംസ് നോർമൽ. എല്ലാം നോർമലാകും. ഈ ടെസ്റ്റോസ്റ്ററോൺ അവർ തന്നെ ഒന്ന് പറയും, ഇപ്പം പഴയ പോലെ രാവിലത്തെ ഇറക്ഷനൊക്കെ വന്നു തുടങ്ങി, ലിബിഡോ ഒക്കെ നോർമലായി. അപ്പോൾ അവർക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഈ സിംറ്റംസ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ആണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. പെർഫോമൻസ് ആങ്സൈറ്റി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടായിരിക്കും. പക്ഷേ അതിന് വേറെ സൈഡും കൂടെ ഉണ്ട് ഇല്ലേ? അതെന്താണ്, അതെങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും?
അത് ഈ പറഞ്ഞ മാതിരി ഇഗൈൻ മെറ്റബോളിക് ഈ ബയോകെമിക്കൽ മാർക്കേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അബ്നോമാലിറ്റി ഒന്നും ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ അത് പ്യൂർലി പെർഫോമൻസ് ആങ്സൈറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് കാരണം. അങ്ങനെയുള്ളവർക്ക് സൈക്കാട്രിസ്റ്റിനകത്ത് പറഞ്ഞു വിട്ടിട്ട് അവർക്ക് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോർമൽ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പക്ഷേ മിക്കവാറും ഒരു 90% ഓഫ് പീപ്പിൾ ഇങ്ങനെ ഒരു ഓവർലാപ്പ് നമ്മൾ കാണാറുണ്ട്. ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾ ഏത് ഡോക്ടറെ ആദ്യം കണ്ടോ? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണോ, അതോ കാർഡിയോളജിസ്റ്റിനെ കാണണോ, അതോ എൻഡോക്രിനോളജിസ്റ്റിനെ കാണണോ? എൻഡോക്രിനോളജിസ്റ്റിനെ കാണാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് അപ്രോച്ച് ഞാൻ എടുക്കുന്നത്. അല്ല, ഒരു ജനറൽ ഇൻറ്റേർണൽ മെഡിസിൻ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഫിസിഷ്യൻ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി FSH, LH, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ എന്നുള്ളൊരു വേറൊരു ഹോർമോൺ ഉണ്ട്. ഇതെല്ലാം ബ്രെയിനിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിലൊക്കെ ആബ്നോമാലിറ്റീസ് എല്ലാം കണ്ടുപിടിച്ചാൽ അതിൻ്റെ തക്കതായ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ അതല്ല, ഇതെല്ലാം നോർമലാണ്, നമുക്ക് അത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അയച്ചിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ഈ ടെസ്റ്റോസ്റ്ററോൺ ഒരു കാരണവശാലും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവാണ് അത് മാത്രം വെച്ചുകൊണ്ട് ഒരാൾക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യാനായിട്ട് ആദ്യമേ പോകരുത്. ബിക്കോസ് ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു മെഡിക്കേഷനാണ്. അത് കറക്റ്റ് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ അല്ലാത്തവർക്കും ഇഫക്റ്റ് തോന്നാം. ഈ പറഞ്ഞ മാതിരി മസിലൊക്കെ ബോഡി ബിൽഡേഴ്സിനൊക്കെ അവർക്കിത് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർ അതാണ് സ്റ്റിറോയിഡ്, ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ഇൻടേക്ക്. അത് വന്നു കഴിഞ്ഞാൽ അതൊരു അഡിക്റ്റീവ് കോമ്പൗണ്ടാണ്. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു മസിലിനൊരു ബൾക്കൊക്കെ കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ബോൺ മാരോയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടും. ബ്ലഡിൻ്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ പെട്ടെന്ന് സാധാരണ 14 or 15 നിൽക്കേണ്ടതെന്ന് 18, 19 ഒക്കെ ആവും. അതായിക്കഴിഞ്ഞാൽ ബ്ലഡിന് കട്ടി കൂടും. കട്ടി കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി സിൻഡ്രോംസ് വരും. അപ്പോൾ സർക്കുലേഷൻ വളരെ സ്ലഗിഷ് ആവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതർവൈസ് ഈ അരോഗതട്ടകാതനായി നടക്കുന്ന ആൾ പെട്ടെന്ന് സ്ട്രോക്ക് അടിച്ച് ഈ ടെസ്റ്റോസ്റ്ററോൺ എടുത്തു എന്നുള്ള കാരണം കൊണ്ട് ഒരു സ്ട്രോക്ക് വന്ന് കിടന്നുപോയാൽ ദാറ്റ് ഈസ് അൺഫെയർ. അതുകൊണ്ടാണ് ഈ ജിമ്മിലുള്ളവർ പലരും ഇത് കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് അങ്ങനത്തുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വരാം. പിന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഒരു ഫാറ്റ് കൂടും. അത് ഫാറ്റി ലിവർ ഉണ്ടാക്കും, അത് പ്ലാക്ക് ഉണ്ടാക്കും. അത് വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കും വരാം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ ഇൻഫെർട്ടൈലാവും. അവരുടെ ടെസ്റ്റിക്കുലർ ഫങ്ഷൻ നോർമൽ ആകാത്ത കാരണം ടെസ്റ്റോസ്റ്ററോൺ മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിക്കിളിൻ്റെ ഫങ്ഷൻ അഫക്റ്റ് ചെയ്ത് ടെസ്റ്റിക്കിൾ പിന്നെയും ഡോർമെൻ്റ് ആവും. അതിൽ നിന്നുള്ള സെല്ലുലർ പ്രൊഡക്ഷൻ നിൽക്കും. അപ്പോൾ നമ്മുടെ സ്പേം കാണത്തില്ല സീമെൻറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സ്പെർമാറ്റിക് സെൽസ് ഇല്ലെങ്കിൽ ഇംപ്രഗ്നേഷൻ നടക്കില്ലല്ലോ. ഈ TRT ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? TRT ചെയ്യുന്നത് TRTയുടെ ഇൻഡിക്കേഷനാണ് മുഖ്യം. അതിനുള്ള ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവാണെങ്കിൽ നോർമലി എന്ത് പറ്റും, ടെസ്റ്റിക്കിളിൻ്റെ പ്രോബ്ലമാണ്, ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ FSH, LH കൂടും ബ്രെയിനിൽ നിന്ന്. അപ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏത് ടെസ്റ്റ്? ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് FSH, LH ഈ 3 ഹോർമോൺ സെറ്റ് നോക്കുക. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അതിൽ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ FSH, LH നോർമലായിരിക്കും. ഒരു 5 മുതൽ 8 വരെ റേഞ്ചിൽ നിൽക്കും. മറ്റത് ടെസ്റ്റോസ്റ്ററോൺ കുറവാണെങ്കിൽ ഈ 5 മുതൽ 8 100ഉം 200ഉം ആവും മാറും. അത് ഡയഗ്നോസ് ചെയ്തു, ഓക്കെ ഇവിടുന്ന് സിഗ്നൽ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. ഇഞ്ചെക്റ്റബിൾ ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കാം. ഈ ജെൽ അല്ലെങ്കിൽ ക്രീംസ് അത് കൊടുക്കാം. അത് പുരട്ടിക്കഴിഞ്ഞാൽ ഡെയിലി അത് യൂസ് ചെയ്യണം. അപ്പോൾ ഡെയിലി ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി. ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ അത് വളരെ കട്ടിയായിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ്. ഓയിലിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ എണ്ണ പോലെ കട്ടിയായിരിക്കും. അപ്പോൾ അത് മരുന്ന് കയറുമ്പോൾ നല്ല വേദന എടുക്കും. പിന്നെ അത് വലിയ ബോറുള്ള നീഡിൽ വേണം. പിന്നെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് പഴുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സർജറിയൊക്കെ വേണം അത് കയറി കളയാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്ന സാധനമല്ല. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി പോപ്പുലർ ഇൻ ബോഡി ബിൽഡേഴ്സ്. അവർക്ക് അതാണ് അതൊരു മാൻലിനെസ്സിൻ്റെ ഒരു ഇതായിട്ട്. അത് കാലിലും തന്നെത്താനെ കാലിലും ചന്തിയിലൊക്കെ എടുത്തിട്ട് നടക്കും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ബക്കൽ മ്യൂക്കോസ്, ഈ ലിപ്പിങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ആയിട്ട് ഒട്ടിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ബ്ലഡിലേക്ക് അത് കുറേശ്ശെ അത് അലിഞ്ഞോളും. അതിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ എഫക്റ്റ് വരും. അങ്ങനെയുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. പക്ഷെ അത് ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ അൾസർ ഫോം ചെയ്യും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പാച്ചായിട്ടുണ്ട്, ഒരു പാച്ച് ഒട്ടിക്കുക. അതുകൊണ്ട് ടെസ്റ്റോഡേം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടെസ്റ്റിക്കിളിൻ്റെ പുറത്ത് തന്നെ ഒട്ടിക്കുന്ന ഒരു പാച്ച് ഉണ്ടായിരുന്നു.
അതിപ്പോൾ വേറെ ദേഹത്തുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒട്ടിക്കുന്ന പാച്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് മാറ്റുക. സ്ത്രീകൾക്ക് അതുപോലെ ഫീമെയിൽ ഹോർമോൺ അതുപോലെ പാച്ചസ് ആയിട്ടും ജെല്ലായിട്ടും ഒക്കെ കിട്ടും, ഇഞ്ചക്ഷനായിട്ടും കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യാം ആ പ്രോബ്ലം. പക്ഷേ അഗൈൻ ഫെർട്ടിലിറ്റി കിട്ടില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ആ ഹോർമോൺ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ടെസ്റ്റിക്കുലർ ഡിഫക്റ്റ് കൊണ്ടാണ് ഇത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യാം, പക്ഷേ ആ സെല്ലിനെ റീപ്ലേസ് ചെയ്യാൻ ഒക്കില്ല. നമ്മൾ ഈ അശ്വഗന്ധ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ആയുർവേദത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. തൈറോയിഡിനാണ് ഉപയോഗിക്കുന്നത്. ഈ ചിലർ പറഞ്ഞത് ഈ മുരിങ്ങയൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഒരു ആഫ്രിക്കൻ യാം എന്നൊരു സാധനമുണ്ട്, അതിനകത്ത് കുറച്ച് ഫീമെയിൽ ഹോർമോൺ കൂടുതലുണ്ട്. പെണ്ണുങ്ങൾക്ക് ഉള്ള ഇതിന് വേണ്ടിയിട്ട് ഫീമെയിൽ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ഫ്ലവേഴ്സ് ഒരു സ്പാനിഷ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഒരു മൊസ്കിറ്റോ പോലത്തെ ഒരു സാധനം, അതിനെ അരച്ച് പൊടിച്ച് അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ശിലാജിത്ത് എന്നുള്ള സാധനം, അതെ, ഹിമാലയത്തിലുള്ള കല്ലിനകത്ത് ഒരു തുള്ളി വെള്ളം കാണുമെന്നാണ് പറയുന്നത്. ഈ കല്ല് തന്നെ പാറ ഉണ്ടാകുന്നത് ലാവ ഉരുകി വീണ് അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം എങ്ങനെ നിൽക്കും എന്നുള്ളത് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും ഇല്ല. അപ്പോൾ ഇത് മിക്കവാറും ഫംഗസ് ഒക്കെ വളർന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും സെക്രീഷൻ എന്തെങ്കിലും ആയിരിക്കും അവർ വയ്ക്കുന്നത്, അല്ലാതെ പാറ പൊട്ടിച്ച് പാറയ്ക്കകത്തുള്ള ഒരു തുള്ളി വെള്ളമൊന്നും അല്ലാതെ. അപ്പോൾ അതിൻ്റെ പേരങ്ങനെയാണെങ്കിലും അപ്പോൾ അതിനൊന്നും വലിയ ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഇല്ല. പിന്നെ ചിലർ ഈ കാളയുടെ ടെസ്റ്റുകൾ എടുത്തിട്ട്, പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ദോഷവുമാണ്. എന്താ വെച്ചാൽ അതിനെതിരെ എന്തെങ്കിലും ഒരു ആൻറ്റിബോഡി നമ്മുടെ ദേഹത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ടെസ്റ്റുകളായിട്ട് ക്രോസ് റിയാക്ട് ചെയ്ത് നമ്മുടെ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് വൈപ്ഡ് ഔട്ട് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഈ കുട്ടികളുണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പേം ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടെസ്റ്റുകളിനകത്ത് ഒരു ബയോപ്സി ചെയ്ത് അതിൻ്റെ അകത്ത് എന്താണ് ഡിഫക്റ്റ് എന്നുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇൻട്രാ ടെസ്റ്റിക്കുലർ ബയോപ്സി എടുത്തിട്ട് അതിൽ നിന്നുള്ള സെല്ലുകൾ വയബിൾ ആണെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഫീമെയിലായിട്ട് കൊടുത്തിട്ട് നമുക്ക് അതങ്ങനെ ബയോളജിക്കൽ ചൈൽഡ് വേണമെന്നുള്ളവർക്ക്. ഓക്കെ. പക്ഷേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പെർഫോമൻസ് ആങ്സൈറ്റിയും ഇറക്ഷനുള്ള പ്രോബ്ലം ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പെനാഗ്ര മരുന്ന് സാധനങ്ങൾ, പിന്നെ അൽപ്രോസ്റ്റഡിൽ എന്നുള്ളൊരു പ്രോസ്റ്റഗ്ലാൻഡിൻ E2 ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് അത് നമുക്ക് പീനിസിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അത് അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് അങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടി സ്റ്റിഫ്നെസ് ഉണ്ടാക്കാം. പിന്നെ വേറെ അതിൻ്റെ തേർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ എല്ലാം ട്രൈ ചെയ്തിട്ട് ന്യൂറോപ്പതിയൊക്കെ വന്ന ആളുകൾക്കാണെങ്കിൽ ഇവരിതിനകത്ത് ഇൻഫ്ലൈറ്റബിൾ ബ്ലാഡേഴ്സ് ഇൻസേർട്ട് ചെയ്യും, സർജിക്കലി ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ വാക്യൂം പ്രഷർ പമ്പ് വെച്ചിട്ട് അതിനെ ഇൻഫ്ലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിജിഡിറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം. എന്നിട്ട് അതിൻ്റെ ഒരു റിസർവോർ നമ്മുടെ ഇടുപ്പിലോ ഗ്രോയിനിലോ എല്ലാം വെച്ച് കൊടുത്താൽ അവിടെ ഒരു പ്രസ് ബട്ടൺ പോലെ സാധനമുണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇറക്ഷൻ്റെ ക്വാളിറ്റി. പക്ഷേ അതിനേക്കാളൊക്കെ സിമ്പിളാണ് ഈ പെനാഗ്ര മുതലായ സാധനങ്ങൾ. പീനസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടി ഇപ്പോൾ പെനാഗ്ര പോലത്തെ സാധനങ്ങൾക്ക് ഇപ്പോൾ ലങ്സിനകത്തുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ളൊരു ടെൻഡൻസി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് പണ്ട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് ഒരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് ഈ വയാഗ്ര എന്നുള്ള ടാബ്ലറ്റ് തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫൈസർ നോക്കിയപ്പോഴത്തേക്കും ഇത് കഴിച്ചവർക്കെല്ലാം ചെറിയൊരു ഇറക്ഷൻ ഉള്ളതുപോലെ തോന്നി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇതാണല്ലോ കൂടുതൽ വലിയ മാർക്കറ്റ്, അപ്പോൾ ഇവർക്ക് കൂടുതൽ വില, ഇത് മറ്റേ ബ്ലഡ് പ്രഷറുള്ള മരുന്ന് ആയിരക്കണക്കിന് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനാണ് വലിയ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണ് അവർ ഇതിലോട്ട് തിരിച്ചു വിട്ടത്. അതിൻ്റെ ആ ബ്ലഡ് പ്രഷർ ലോവറിങ് എഫക്റ്റ് മെയിനായിട്ട് ഈ ലങ്സിനകത്തുള്ള രക്തക്കൊഴലുകളുടെ പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള എഫക്റ്റായിട്ട് കാണുന്നതുകൊണ്ട് ഇങ്ങനെ ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാറുണ്ട്. ഈ ഏർലി ടൈപ്പ് 2 ഡയബറ്റീസ് അത് ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഏർലി ടൈപ്പ് 2 ഡയബറ്റീസ് അല്ല, ലേറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരുന്നാലും ഫുള്ളി റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് എന്നുള്ളത് ഞാൻ അതുകൊണ്ട് ഒരു ഡിസീസായിട്ട് കാണുന്നില്ല. അതൊരു മെറ്റബോളിക് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നേ പറയാനൊക്കുള്ളൂ. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ സിറ്റുവേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി വളരെ ലീൻ ആൻഡ് തിൻ ലുക്കിംഗ്, വെരി അത്ലറ്റിക് അങ്ങനെയുള്ളവർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് കാണാം. അപ്പോൾ അല്ല വളരെ ഹെഫ്റ്റി ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്ക് ഡയബറ്റീസ് ഇല്ലയെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആ കാലറി വേഴ്സസ് പാൻക്രിയാറ്റിക് സെക്രീഷൻ മിസ്മാച്ച് വരാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വരാതെ നോക്കാം. കംപ്ലീറ്റ് റിവേഴ്സ് അണ്ടർ കൺട്രോളായിട്ട്. ഞാൻ പറയുന്നത് ഇതൊരു ഡിസീസിൻ്റെ രീതിയിൽ നമുക്ക് റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കൺട്രോളബിൾ സിറ്റുവേഷൻ. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഡാമേജ് വരാതെ, ലോഞ്ചിവിറ്റിക്ക് ഒരു എഫക്റ്റും വരാതെ, വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ
ട്രീറ്റ് ചെയ്യാവുന്ന പല അപ്രോച്ചസ് ഉണ്ട്. ഓക്കെ. അപ്പം ഈ ഫാറ്റി ലിവർ ആണല്ലോ മെയിൻ ഒരു റീസൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴുള്ള. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഫാറ്റി ലിവറിനെ പറ്റി അതെങ്ങനെയാണ്? ഇപ്പോൾ അതൊരു വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക. ബിക്കോസ് ഈ ലിവർ എന്നുള്ളത് അഗെയിൻ 100 വർഷം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ്. സുവേജ് ഓർഗൻ ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പോകുന്ന ഒരു സുവേജ് ഏരിയ ആയിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തകരാറ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ശല്യമാണ്. എന്താ വെച്ചാൽ ബോഡി മുഴുവൻ അത് എഫക്റ്റഡ് ആവും. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. പിന്നെ ഇവർക്ക് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു സൊല്യൂഷനിൽ വന്ന് എത്തി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ലിവർ ഇല്ല നമ്മുടെ കയ്യിൽ. ലിവർ ഇസ് എൻ ഓർഗൻ വിച്ച് ഇസ് വെൻ ഹൈ ഡിമാൻഡ് ആൻഡ് ഷോർട്ട് സപ്ലൈ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി വളരെ ചെറുപ്പത്തിലുള്ള ഒരാൾ ഒരു ഓട്ടോമൊബൈൽ ആക്സിഡൻറ്റിൽ മരിച്ച് അവർ അവയവദാനത്തിന് തയ്യാറായാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ലിവറിനെ പരമാവധി സൂക്ഷിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ അബ്യൂസ് ചെയ്യാതിരിക്കുക. അതിനുള്ള ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ് ഒന്നും ഇടാതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആൽക്കഹോൾ ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ടോക്സിൻസ്. അപ്പോൾ അത് അബ്യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ പെസ്റ്റിസൈഡും മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഉള്ള അടിച്ച ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അധികം കൊഴുപ്പുള്ള എണ്ണ കലർന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ ഈ മത്തി, അയല, ചൂര എന്നുള്ള ഇന്ന് എടുക്കുന്ന ഒമേഗ 3 എന്നുള്ള ഓയിൽസ്, അത് ഈ ലിവറിനകത്തുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഉള്ള ഒരു ഇതാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഇതിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് തന്നെ ബോഡിക്കൊരു മാൽ അഡാപ്റ്റേഷനാണ്. അപ്പോൾ ലിവർ സ്റ്റിഫാവും, കട്ടി കൂടും. അപ്പോൾ ലിവർ ഒരു സോഫ്റ്റ് ഓർഗനാണ്. അത് കട്ടി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ ഫൈബ്രോസിസ് വരും. ഫൈബ്രോസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ചുരുങ്ങി അത് ഇറഗുലറാകും. ഇറഗുലറായി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അകത്ത് നോഡ്യൂൾസ് ഫോം ചെയ്യും. നോഡ്യൂൾസ് പോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് സിറോസിസ് സ്റ്റേജായി എന്നർത്ഥം. അപ്പോൾ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സൽ പ്രയാസമാണ്. ലിവറിന് ഒരു അമേസിങ് റിക്കവറി ചാൻസ് ഉള്ള ഒരു ഓർഗനാണ്. അതിന് അത്രമാത്രം അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100% ലിവറിൽ ഒരു 95% ഇതായി ഫാറ്റി ആയി അല്ലെങ്കിൽ സിറോട്ടിക്കായി 5% ലിവർ അപ്പോഴും ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ആ 5% മതി ഇത് മുഴുവൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ അത്രമാത്രം അതിനൊരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അത് ഇറ്റ് വിൽ റിട്ടേൺ ഇറ്റ്സ് ഫേവർ ബൈ കംപ്ലീറ്റ്ലി ഫിക്സിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഒരുപാട് റിക്കവറി പ്രോസ്പെക്റ്റ് ഉള്ള ഒരു ഓർഗനാണ്. അതിനെ അബ്യൂസ് ചെയ്യാൻ ഒരുപാട് നാളെടുക്കും ആ സ്റ്റേജിൽ എത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞ എന്തൊക്കെ ഫുഡ് കഴിക്കുക, എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം. ഈ പറഞ്ഞ മാതിരി ഈ ടോക്സിൻസ് ഒരുപാട് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സുവേജ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ആ സുവേജ് അടയാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ കുഞ്ഞുങ്ങളിൽ വരുന്നതിൻ്റെ റീസൺ ഇതുകൊണ്ടാണോ അതോ വേറെ? കുഞ്ഞുങ്ങളിൽ വരുന്നതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. അഗൈൻ ഫാസ്റ്റ് ഫുഡ്, പുവർ ചോയ്സസ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുക, ഐസ്ക്രീം, ഈ ഇതുമാതിരത്തുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കാൻ കൊടുക്കുക. പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട് വിച്ച് പാം ഓയിൽ കണ്ടെയ്നിങ്. പാം ഓയിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഈ ബേക്കറി ഐറ്റംസിൽ ഇതിലെല്ലാത്തിലും. അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ കോക്കനട്ട് ഓയിൽ അതുമാതിരി സാധനങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയാകുന്ന എണ്ണകൾ, ഇതിൽ വറുത്ത് ഉള്ള സാധനങ്ങൾ, പലഹാരങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. റെഡ് മീറ്റ് കഴിയുന്നതും കട്ട് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ എന്നാൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഈസ് അനദർ മേജർ റീസൺ ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഒരു ചൈൽഡിന് അല്ലെങ്കിൽ ഒരു അഡലസൻറ്റിന് ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ പ്രൊഡക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത് അടുത്ത ഒരു 60 വർഷം എങ്കിലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അപ്പോഴേ ആ ലിവർ അബ്യൂസ്ഡായി ഇതിൻ്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം ബിഫോർ ദി ലിവർ ഗിവ്സ് അപ്പ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 40 വയസ്സ് 45 വയസ്സ് ദ പീക്ക് പ്രൊഡക്ടിവിറ്റി ടൈമിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മരിക്കും. അതൊരു അൺഫെയർ സിറ്റുവേഷൻ അല്ലേ. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ലൈക്ക് ആൽക്കഹോൾ ഇസ് എ ബാഡ് കാറ്റലിസ്റ്റ് ഫോർ ലിവർ. അപ്പം പക്ഷേ ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്, മദ്യം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെ സേഫായിട്ട് മദ്യം കഴിക്കാം? സേഫായിട്ട് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അഗെയിൻ ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ വെരി സീരിയസ്ലി. അപ്പോൾ ഒരാൾ പണ്ട് പറയും നമ്മൾ ഒരു ഗ്ലാസ് വൈൻ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഭരണി പോലെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു ഗ്ലാസ് കുടിക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ലേ, അങ്ങനെ എടുക്കരുത്. അപ്പോൾ 60 ml വിസ്കിയോ വോഡ്കയോ മറ്റോ ഒക്കെ ആണെങ്കിൽ, ഹാർഡ് ലിക്കർ ആണെങ്കിൽ അപ് ടു 2 കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൽക്കഹോളിൻ്റെ മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ 1 ഡ്രിങ്ക്, ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്താണ് ബോഡിയിൽ മെറ്റാബോളൈസ് ചെയ്ത് പോകണമെങ്കിൽ, രണ്ടാമത് ഡ്രിങ്ക് ആയി കഴിയുമ്പോൾ പിന്നെ അത് അടുത്ത 1 മണിക്കൂറൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോകണമെന്നില്ല, ചിലപ്പോൾ 3-4 മണിക്കൂർ എടുത്തുനിന്ന് വരും. ലിവറിൻ്റെ കപ്പാസിറ്റി അങ്ങനെയാണ് പോകുന്നത്. അത് നമുക്ക് ഇതിനെ മെറ്റാബോളൈസ് ചെയ്യുന്ന എൻസൈംസിനെ റിക്രൂട്ട് ചെയ്യാം.
ചിലർക്ക് അത് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്ത് ഒരുപാട് എൻസൈംസ് ലിവറിനകത്ത് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് കപ്പാസിറ്റി കൂടുന്നത്. 4-5 ഒക്കെ അടിച്ച് പാറ പോലെ നിൽക്കും എന്ന് പറഞ്ഞാൽ നിൽപ്പനടി നിന്നുകൊണ്ട് 2 അടിക്കും, എന്നിട്ടേ പോയി ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ സേഫ്റ്റി മാർജിൻ ഒരുപാട് കുറയും. അപ്പോൾ അവർക്ക് ഈസിലി ഒരു 4 ഡ്രിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ഡ്രിങ്ക് കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീണു പോകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സേഫ്റ്റി നെറ്റ് എഫക്റ്റ് വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് ലിവർ സെൽസ് പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സേഫ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മേ ബി എ ഗ്ലാസ് ഓഫ് വൈൻ, അല്ലെങ്കിൽ ഒരു ബിയർ, അല്ലെങ്കിൽ 60 ml ഓഫ് ഹാർഡ് ലിക്കർ. അപ്പോൾ അത് അപ് ടു 2 മാക്സിമം, അതിൽ കൂടുതൽ പോകരുത്. അപ്പോൾ ഒന്നിൽ തൃപ്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ക്യാരി ഓവർ ചെയ്യരുത്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിച്ചില്ല, അപ്പോൾ ഇന്നലെ കഴിച്ചില്ലല്ലോ, അപ്പോൾ ഇന്നലത്തെ കോട്ട കൂടെ ഇന്ന് കഴിക്കാം, പറ്റത്തില്ല. ഈ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആക്ച്വലി ആൽക്കഹോളിസം ഈസ് നോട്ട് ദ പ്രോബ്ലം, ആൽക്കഹോളിൻ്റെ കൂടെ കഴിക്കുന്ന ഫുഡാണ് പ്രശ്നം. രണ്ടും പ്രോബ്ലമാണ്. അത് വെറുതെ ആളുള്ളൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൽക്കഹോളിൻ്റെ കൂടെ കഴിക്കണമെന്ന് ഇപ്പോൾ ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. ഇപ്പോൾ ആൽക്കഹോൾ ഇസ് എൻ ആപ്പറ്റൈറ്റ് സ്റ്റിമുലന്റ്. അപ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ ആപ്പറ്റൈറ്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സാറിന് റീച്ച് ഔട്ട് ചെയ്യുന്നത് എല്ലാവരും ഈ ഫാറ്റി ഫുഡ് ഒക്കെ, അതാണ് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, പിന്നെ ഇറച്ചി വർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ചെയ്യുന്നത് വെച്ചാൽ ഇതിലെ പ്രോട്ടീനും ഇതിലെ ഫാറ്റും ഒക്കെ ലിവർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ലിവറിൻ്റെ പ്രയോറിറ്റി ടോക്സിൻ എലിമിനേറ്റ് ചെയ്യുക ആദ്യം. അപ്പോൾ ആൽക്കഹോൾ വേറെ എന്ത് കഴിച്ചാലും അതൊക്കെ അവിടെ നിൽക്കും. ഈ ആൽക്കഹോൾ പോയിട്ട് ഇതിലൊക്കെ തുളത്തുള്ളൂ. ഒരുപാട് കേസസിൽ ഇതുപോലെ ലിവർ മാറ്റി വെക്കേണ്ട ഒരു കണ്ടീഷനിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലിവർ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണത് മാറ്റി വെക്കേണ്ട ഒരു കണ്ടീഷനിലോട്ട് എത്തുക? യൂഷ്വലി അഡ്വാൻസ്ഡ് സിറോസിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഒരുപാട് സ്കാർ ടിഷ്യൂ ഫോം ചെയ്ത് ലിവറിനകത്തുള്ള ആക്റ്റീവ് സെൽസ് എല്ലാം നശിച്ച് ലിവർ ടൈറ്റാവെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആമാശയവും അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന പോർട്ടൽ വെയിൻ എന്നൊരു വെയിനുണ്ട്. ആ വെയിൻ ലിവറിനകത്തോട്ട് കയറുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലഡിന് അകത്തോട്ട് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും. അതിന് നമ്മൾ വിളിക്കുന്ന പോർട്ടൽ ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ അതിനകത്തുള്ള അവിടെ ടൈറ്റ് ആയത് കാരണം അതിനകത്ത് പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ട് അതിൻ്റെ ബാക്ക് പ്രഷർ തിരിച്ച് വയറിനകത്ത് അടിക്കുന്നത് കാരണം അവിടെ അൾസർ ഉണ്ടാകും. പിന്നെ നമുക്ക് അതുവഴി ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അകത്തിങ്ങനെ ഈ പൈൽസ് പോലെ വയറിനകത്ത് ഇങ്ങനെ തള്ളി വരുന്നതായിട്ട് കാണും, വെയിൻസ്. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഭക്ഷണമോ എന്തെങ്കിലും ഇതിട്ട് ഉരഞ്ഞു കഴിഞ്ഞാൽ അതിന് അമിതമായിട്ട് ബ്ലീഡിങ്. അപ്പോൾ ഛർദ്ദിക്കുന്ന പ്യുവർ ബ്ലഡ് ഇങ്ങനെ വോമിറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, പീരിയോഡിക്കായിട്ട് ഇതുപോലെ ബ്ലഡ് വോമിറ്റിംഗ് ഉണ്ടാവും. ബ്ലഡ് വോമിറ്റിംഗ് ചെയ്ത് ചിലപ്പോൾ വോമിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബ്ലഡ് മലത്തിന് കറുത്ത മലമായിട്ട് പോകും. പിന്നെ ഈ ബ്ലഡ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്ട്സ് മുഴുവൻ ശരീരത്തോട്ട് വലിച്ചെടുത്താൽ കിഡ്നിക്ക് അതൊരു വലിയ ലോഡാവും. ചിലപ്പോൾ കിഡ്നി ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാരണം ഈ ലിവറിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ബ്ലഡ് വെസലിൽ നിന്ന് കുറേശ്ശെ ഈ നീരായിട്ട് അത് ഒലിച്ചിറങ്ങി വയറിനകത്ത് നീര് കെട്ടും. അതാണ് ഈ മഹോദരം എന്ന് പറയുന്നത്, അസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടെ ചെന്ന് അത് കാരണം ശ്വാസം മുട്ട് വരുന്നവരുണ്ടാവും, ഇതിങ്ങനെ തള്ളി നിൽക്കുന്ന കാരണം. അപ്പോൾ അത് വലിയ നീഡിലിട്ടിട്ട് അതിൽ നിന്ന് 1 ലിറ്റർ 2 ലിറ്റർ 10 ലിറ്റർ വരെ ഫ്ലൂയിഡ്സ് എടുത്ത് കളഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് എടുത്ത് കളയാതെ അവർക്ക് റിലീഫ് കിട്ടില്ല. പീരിയോഡിക്കായിട്ട് കൂടെ പോയി ആശുപത്രിയിൽ 2 മണിക്കൂർ പോയി കിടക്കും, ഒരു നീഡിലിടും, ഒരു ബ്ലഡ് ബോട്ടിൽ താഴെ വയ്ക്കും, അതിനകത്ത് നിന്ന് ഇങ്ങനെ ബൈ ഗ്രാവിറ്റി ഇത് ഒരു മൂത്രം പോലെ ഇരിക്കുന്ന യെല്ലോയിഷ് കളർ ഫ്ലൂയിഡ് അത് റിമൂവ് ചെയ്യും. അത് പീരിയോഡിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, മാസത്തിൽ 1-2 തവണയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ആണ് സിറോസിസിൻ്റെ വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണം. അപ്പോൾ ഇത് പെർമനൻ്റായിട്ട് അവസാനിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് പ്രഷർ കാരണം കാലിൽ 2 നീര് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലിവർ മാറ്റി വെച്ച് ആ ടൈറ്റ്നെസ് റിലീവ് ചെയ്തിട്ട് ഈ ബ്ലഡ് ഫ്ലോ അതിലോട്ട് കയറാനായിട്ട് അനുവദിക്കണം. എന്നാൽ മാത്രമേ ഈ സിംറ്റംസ് ഒക്കെ നിൽക്കത്തുള്ളൂ. തൊട്ട് മുന്നേ ഉള്ളൊരു കണ്ടീഷൻ, ലാസ്റ്റ് സ്റ്റേജ്, അത് ഏതാണ്? അത് F3 എന്ന് പറയും, ഫൈബ്രോസിസ് 3. അപ്പോൾ F1 F2 F3, F0 F1 F2 F3 ഇങ്ങനെ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ സിറോസിസ്, ലേറ്റ് സിറോസിസ് എന്നൊക്കെ വരുന്നത്. അപ്പോൾ സിറോസിസ് എന്നുള്ള സ്റ്റേജ് ഇറഗുലർ കോൺടൂർ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ നോഡ്യൂൾ ഫോർമേഷനൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളിത് റെഗുലേറ്റ് ചെയ്യണം. പുറമേ എങ്ങനെ അറിയാൻ പറ്റും? പുറമേ അറിയാൻ പറ്റുന്നത് ഇത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്. അല്ല, ബോഡി സിഗ്നൽസ് എന്തെങ്കിലും? ബോഡി സിഗ്നൽസ് വരുന്നത് വീക്ക്നെസ് വരും, ടയർഡ്നെസ് വരും, ചിലർക്ക് ജോണ്ടിസ് വരും, ചിലർക്ക് ഒരുതരം മഞ്ഞ നിറം ദേഹത്ത്, പിന്നെ വയറിനകത്ത് ചെറിയൊരു ഫ്ലൂയിഡ് കളക്ഷൻ, ചിലർക്ക് ഒക്കേഷണലി മലത്തിൽ കൂടെ ശകലം ബ്ലഡ് പോവുക. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഏർലി വാർണിംഗ് സൈനാണ്.
ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ അത് സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതാണ് കൂടുതലും നടക്കുന്നത്. സിംറ്റംസ് ഒന്നും കാണില്ല. അപ്പോൾ അവസാനം കുറേശ്ശെ അതായത് അതുകൊണ്ടാണ് നമ്മളത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നേരത്തെ കണ്ടുപിടിച്ച് അഗ്രസീവായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണം. പേഷ്യൻറ്റിന് കറക്റ്റായിട്ട് ഡയറ്റ് അഡ്വൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പം ഞാൻ കാണുന്നത് മിക്കവാറും എല്ലാ ലിവർ ക്ലിനിക്കുകളിലൊക്കെ അവർ ഉപയോഗിക്കുന്നത് 1 വർഷം കാണാമെന്നൊരു ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് പേഷ്യൻസ്. എല്ലാവർക്കും സമയം ഡെഡിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, എല്ലാവരുടെയും ലാബ് ലെവൽസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോൾ ഇനി 6 മാസം കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞ് അടുത്തൊരു സ്കാൻ ചെയ്യുമ്പോൾ പറയാം ഇപ്പം നിങ്ങൾ F0 എന്നുള്ള F1 ആയിട്ടുണ്ട് കേട്ടോ, F1 എന്നുള്ള F2 ആയിട്ടുണ്ട്, F3. ഇങ്ങനെയുള്ള നമ്മുടെ പ്രോഗ്രസ് കാർഡ് തരുമാതിരി ഇങ്ങനെ തന്ന് അവസാനം ഇനിയിപ്പോൾ നിങ്ങളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്തോളൂ, എന്നിട്ട് ലിവർ അവൈലബിൾ ആകുമ്പോൾ ഞങ്ങൾ വിളിക്കാം. ഇങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ട് പോകുന്നതായിട്ടാണ്. അതിൽ പ്രൊആക്റ്റീവായിട്ട് പലരും ഈ ഒരുതരം അൾസോഡിയോക്സിക്കോളിക് ആസിഡ് എന്നൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേ ഈ ഗോൾ സ്റ്റോൺ വരാതിരിക്കും, ബൈൽ ഫ്ലോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇതിന് റിവേഴ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ അതാണ് കൂടുതൽ ആളുകളും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നത്. എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതി, ഹെർബലായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഉണ്ട്, ഹെർബലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റെഡ് റൈസ് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ലിവറിന് വേണ്ടിയിട്ടുള്ള അതിനൊക്കെ ഒരുപാട് ടോക്സിസിറ്റി സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ജമൈക്കൻ ബുഷ് ടീ എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു ചായയാണത്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ലിവറിനകത്ത് സിറോസിസും ഈ ഫൈബ്രോസിസൊക്കെ കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ റെഡിസ്ഫ്ര എന്ന് പറഞ്ഞൊരു പുതിയൊരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്, റെസ്മെറ്ററോം എന്ന് പറഞ്ഞൊരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ മരുന്ന് ടാബ്ലറ്റായിട്ട് കിട്ടും. 80 മില്ലിഗ്രാം മുതൽ 120 മില്ലിഗ്രാം വരെ ഉള്ളത് ഗുളികളായിട്ട് കഴിക്കാൻ പറ്റും. അത് ലിവറിനകത്തുള്ള ഈ ഫൈബ്രോസിസ് കുറയ്ക്കുന്ന മരുന്നാണ്. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഉപയോഗിക്കാം. അതിപ്പോൾ കഴിഞ്ഞ 1 വർഷം 2 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ മരുന്നാണ്. അതിവിടെയും റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. എന്താ വെച്ചാൽ ഇതിന് ഉപയോഗിച്ച ഒരുപാട് ഈ ഡീറ്റോക്സ് തെറപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാടുള്ളതിൽ ഈ ഹെവി മെറ്റൽസിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം ഹെവി മെറ്റൽസ് ഇതിൻ്റെ അകത്ത് ഈ ലിവർ ഈ കണ്ടീഷനെ വഷളാക്കും. അപ്പോൾ അതുകൊണ്ട് അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരാൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ലൈക്ക് ഇൻ യുവർ എക്സ്പീരിയൻസ് എത്രയാണ് അതിൻ്റെ സർവൈവൽ റേറ്റ്? അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്? ഒരുപാട് പേര് 5 വർഷം 10 വർഷം ഒക്കെ ചിലർ അതിൽ കൂടുതലൊക്കെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിവറിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇതൊരു ഫോറിൻ ഓർഗൻ ആയത് കാരണം, വേറൊരാളുടെ ഓർഗൻ ആയത് കാരണം അതിന് ഇമ്മ്യൂണോസപ്രസീവ് തെറപ്പി എടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞാൽ ഇമ്മ്യൂണോസപ്രഷൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസ് സൈഡ് എഫക്ട്സും ഇവർക്കും ഉണ്ടാവും. പിന്നെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ് കാണും. ഇതൊരു വലിയ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലേ. അപ്പോൾ അത് കാരണം അതിൻ്റേതായ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബ്ലീഡിങ്, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഡോക്ടർ അമേരിക്കയിലും പല വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലുള്ള എസ്പെഷ്യലി അമേരിക്കയിലുള്ളൊരു ഹെൽത്ത് കെയർ സെക്ടറും നമ്മുടെ കേരളത്തിലുള്ള ഹെൽത്ത് കെയർ സെക്ടറും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? എവിടാണ്, ഏതാണ് ബെറ്റർ? അതൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് ആൻസർ ചെയ്യാൻ. എന്താ വെച്ചാൽ ഒരു രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ അമേരിക്കയിൽ ഒരാൾക്ക് ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്നൊരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എമർജൻസി റൂമിൽ പോകണം, ഒരുപാട് കാശ് ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഒരു 3-4 മാസത്തിന് മുകളിൽ വരെ വെയിറ്റിംഗ് ടൈമുണ്ട് കിട്ടാനായിട്ട്, ഒരു അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് കിട്ടാൻ. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് എൻ്റെ കൊളീഗ്സ് വിളിച്ച് പറയാറുണ്ട്, വളരെ ഷുഗർ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ, ഞങ്ങൾ അടുത്ത ആഴ്ച ഓപ്പറേറ്റ് ചെയ്യാനിരിക്കുകയാണ്, ഇയാളെ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ടേൺ ആയിട്ടൊക്കെ ഞങ്ങൾ ഒരു ഫേവറായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ അപ്പോയിൻമെൻറ്റ് ടൈംസ് ഉണ്ട്. ബിക്കോസ് ഒരു ദിവസം 10-100 പേരെ കാണുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലത്തെ ആ ഡീറ്റെയിൽഡ് വേർഷൻ കിട്ടില്ലെങ്കിലും ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടും. നമുക്കുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫിക്സ് ചെയ്യാനുള്ള പരിപാടി അത് ആ എക്സ്പെർട്ടീസ് ഉള്ളവരുടെ അടുത്ത് പോയാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യൂർലി ഇൻഷുറൻസ് ഹെവിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആകുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ ഒരു പുതിയ പേഷ്യൻറ്റിനെ ഞാൻ കാണുകയാണെങ്കിൽ $300 മുതൽ $500 ഒരു ചാർജ് ഒരു അപ്പോയിൻമെൻറ്റ് മാത്രം.
നേരെ മറിച്ച് ഇൻഷുറൻസ് കവർ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു $30 $50 കോ പേയ്മെൻറ്റിൽ നിൽക്കും. ബാക്കി ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും എന്നുള്ളതാണ് വയ്പ്. പിന്നെ ഇവിടെ ആണെങ്കിൽ അതിൽ നിന്നും വളരെ തുച്ഛമായ റേറ്റേ ആകത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം എക്സ്ട്രാ ആവും. അവിടെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അത് നമ്മളൊരു പാനലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോന്നിനും ഓരോ ലാബിൽ പോയ ഓരോ റേറ്റ്, പിന്നെ അത് ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ള ഒരു ക്വാളിറ്റിയുടെ ഇഷ്യൂ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും മരുന്നുകളുടെ ക്വാളിറ്റി, മരുന്നുകളുടെ അവൈലബിലിറ്റി, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് അത് വെച്ച് നോക്കിയാൽ ഏതാ ബെറ്റർ എന്ന് പറയാൻ പ്രയാസമാണ്. അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദി ഫിസിഷ്യൻ, ക്വാളിറ്റി ഓഫ് ദ സെൻറ്റർ, അങ്ങനെയുള്ള അതൊക്കെ നോക്കേണ്ടി വരും. ഒരു കാര്യം പറഞ്ഞിരുന്നു, ലൈക്ക് ഇൻഷുറൻസ് ഒരു ഭയങ്കര വലിയ സ്കാമാണ്. അത് പല രീതിയിൽ നമുക്ക് നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണത്? എൻ്റെ എക്സ്പീരിയൻസിൽ അത് വളരെ ശരിയാണെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതി ഒരു നെസസറി ഈവിൾ എന്നുള്ള കാറ്റഗറിയിൽ വന്നുപോയി. നമ്മൾ തന്നെ അലൗ ചെയ്തു ഇത് നമ്മുടെ ഇടയിലോട്ട് വരാനായിട്ട്. ഇപ്പോൾ ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസൊക്കെ നമുക്ക് എടുക്കാൻ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ആയത് കാരണം. പക്ഷെ നമുക്ക് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല ആക്ടിവിറ്റിയും കഴിച്ച് ഒരു പ്രെഡിക്റ്റബിൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം തോന്നാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസിനെ കാണുന്നത്. ഇൻഷുറൻസിൽ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു കോസ്റ്റും ഫിക്സ്ഡ് അല്ല. ഇപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ $300 മുതൽ $500 വരെ ചാർജ് ചെയ്യുന്നത്, പേഷ്യൻ്റിൻ്റെ അടുത്ത് ഞാൻ കോ പേയ്മെൻ്റ് ആയിട്ട് $30 മുതൽ $40 വരെ $50 വരെ എനിക്ക് കോ പേയ്മെൻറ്റ് തരാൻ പറയും. ഇൻഷുറൻസ് തന്നെ അവരുടെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന ബില്ലനുസരിച്ച് അവരെൻ്റെ അടുത്ത് ഓരോ ഓരോ ഐറ്റം വെച്ച് ചോദിക്കും. ഇൻഷുറൻസ് കമ്പനി ഈ പേഷ്യൻറ്റിന് എന്തുമായിരുന്നു അസുഖം, ഇത് നിങ്ങൾ അഡ്രസ്സ് ചെയ്തു. എങ്ങാനും ഞാൻ ആ പേഷ്യൻറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണിക്കൂർ എടുത്ത് ടൈപ്പ് ചെയ്ത് കയറ്റേണ്ട സംഗതികൾ ഞാൻ ചിലപ്പോൾ അബ്രീവേറ്റ് ചെയ്ത് അര പേജ് മാത്രമുള്ളൊരു നോട്ടായിട്ട് ഞാൻ കയറ്റിയിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഞാൻ 20 പേഷ്യൻ്റ് 25 പേഷ്യൻറ്റിനെ കാണും. അപ്പോൾ അതിൽ ചിലരുടെ ഡീറ്റെയിൽസ് ഞാൻ ചിലപ്പം ഓർമ്മിച്ച് വിട്ടുപോകും. പക്ഷേ ഇത് പേഷ്യൻറ്റിനെ കാണണം, ഇത് ടൈപ്പ് ചെയ്യുകയും ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം എങ്ങാനും ചില ഡീറ്റെയിൽസ് വിട്ടുപോയി കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് എഴുതിയില്ല, അപ്പോൾ നിങ്ങളത് ചെയ്തില്ല, ഇല്ല ഞങ്ങൾ ചെയ്തു, അതിൻ്റെ അവസാനം ഇന്ന സ്ഥലത്ത് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അക്സെപ്റ്റ്. അവർക്ക് എന്ത് റീസൺസ് അസൈൻ ചെയ്തിട്ട് നമ്മുടെ റേറ്റ് കുറയ്ക്കാം. അവസാനം വന്നിട്ട് ഇവർ കട്ട് ചെയ്ത് വെട്ടിച്ചുരുക്കി ഈ $300 മുതൽ $500 വരെ നമ്മളൊരു ക്യാഷ് പേയിങ് പേഷ്യൻ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇവരുടെ രീതിയിൽ എത്തുമ്പോൾ 100 150 ആയിട്ട് കുറയും. അത്രയും വലിയൊരു മാർജിൻ അത്രയും വലിയ മാർജിൻ അവർക്ക് കിട്ടുകയാണ്. ഇത് പേഷ്യൻ്റിന് അറിയുന്നില്ല. പേഷ്യൻ്റെ വിചാരം ബില്ല് വരുമ്പോഴത്തേക്ക് ഡോക്ടറുടെ ബില്ല് $300 അല്ലെങ്കിൽ $500, അത് ഞാൻ പേ ചെയ്തത് $30 അല്ലെങ്കിൽ $50, 1/10, ബാക്കി 90% ഇവർ പേ ചെയ്തു എന്നാണ് പേഷ്യൻ്റ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, മൊത്തം ചാർജ് ഇത്രേ വരുള്ളൂ. അപ്പോൾ ഇവർക്ക് മാസം ഇവർ ഇൻഷുറൻസിന് പ്രീമിയമായിട്ട് കൊടുക്കുന്ന എത്രയായിരിക്കും? ഇവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ്. ഒരു $1000 ആണ് ഞാൻ അവിടെ ഇൻഷുറൻസിന് കൊടുക്കുന്നത്. എൻ്റെ വൈഫിൻ്റെയും കെയറിന്. എൻ്റെ വൈഫിൻ്റെ കെയർ ഞാൻ തന്നെ ചെയ്യുന്നത്, എൻ്റെ കെയർ ഞാൻ തന്നെ ചെയ്യുന്നത്. ഇൻഷുറൻസ് 0 മുതൽ മുടക്ക്. പക്ഷേ ഞാൻ ഈ $1000 വെച്ച് മാസം കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തിനാണ് ഈ $1000 വെച്ച് ഇൻഷുറൻസിന് കൊടുക്കുന്നത്? എൻ്റെ ഹെൽത്ത് കെയറിൽ ഏറ്റവും ഇൻട്രസ്റ്റ് എനിക്കായിരിക്കില്ലേ, ഒരു തേർഡ് പാർട്ടിക്ക് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ $1000 വെച്ച് ഞാൻ മാസം എൻ്റെ ഒരു അക്കൗണ്ട്, ഹെൽത്ത് സേവിങ്സ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടുണ്ട്, അതിൽ കൊടുക്കാം. അപ്പോൾ അതിലിട്ടിട്ട് അതിൽ നിന്ന് എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ അതിൽ നിന്നെടുത്ത് ഉപയോഗിച്ചോളാം. ഇൻഷുറൻസുകാർ ഒന്നും തരണ്ട, എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ലൈഫല്ലേ ഞാൻ. അപ്പോൾ അത് ഗവൺമെൻറ്റായിട്ട് ഇടപെട്ട് അതിനൊരു ഫൈൻ വെച്ചു. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇത്രയും ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു തുക ഫൈൻ അടയ്ക്കണം. അപ്പോൾ ഇത് ആരുടെ ബുദ്ധിയാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ ഇതിനകത്ത് പല പ്ലെയേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ ഇൻഷുറൻസ് കമ്പനികളും എക്സിസ്റ്റ് ചെയ്യണം, ഈ നിയമങ്ങളും ബാധകമാണ്. അറ്റ് ദി സെയിം ടൈം നമ്മളിതിനെ ബൈപ്പാസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഫൈൻ മേടിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കുറേശ്ശെ ഇവിടെയും വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഇൻഷുറൻസിൻ്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഇവിടെ ഹെവിലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റലിലും പല റേറ്റാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വളരെ തുച്ഛമായ റേറ്റ്. എല്ലാ മരുന്നുകളും കാണണമെന്നില്ല, ചിലതൊക്കെ തുണ്ട് തരും, നമ്മൾ വെളിയിൽ നിന്ന് പോയി വാങ്ങിക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് വളരെ ഹൈ. അതിലും ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റേറ്റുകൾ മാറും.
അപ്പോൾ എന്താ വെച്ചാൽ ഇൻഷുറൻസ് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നുള്ള ഇവർക്കറിയാം, ഹോസ്പിറ്റലുകാർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, 10% കൂട്ടി പറയും. അപ്പോൾ ഇവർ നെഗോഷിയേറ്റ് ചെയ്ത് 10% കുറച്ച് നിന്നാൽ ഇവരുടെ ബോട്ടം ലൈൻ അവർക്ക് കിട്ടും. അപ്പോൾ അതുപോലുള്ളൊരു കാര്യം എന്തുകൊണ്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഞാനൊരു ഹെൽത്ത് കെയർ കൺസ്യൂമറാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു കൺസ്യൂമറുമാണ്. അപ്പോൾ എൻ്റെ ഒരു ആരോഗ്യാവസ്ഥയിൽ ഒരാളെ പോയി കണ്ടു, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഷുറൻസ് കാരൻ എനിക്ക് വേണ്ടി വാദിക്കുമോ അതോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാദിക്കണോ? ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് ഈ ഒരു അസുഖമാണ്, ഇന്ന മരുന്നുകളാണ്, അതെനിക്കറിയാം, ഇത് വെച്ച് നിങ്ങൾക്ക് ഞാൻ ഇത്രയും രൂപ തരും. മിക്കവാറും എനിക്ക് ഹോസ്പിറ്റലുകാരെ കൺവിൻസ് ചെയ്ത് ആ കുറഞ്ഞ തുകയിൽ എൻ്റെ ചികിത്സ നടത്താൻ പറ്റും. അതുതന്നെയാണ് ഇൻഷുറൻസ് കമ്പനിയും ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഞാൻ നെഗോഷിയേറ്റിനേക്കാളും കുറഞ്ഞ തുകയായിരിക്കും അവർ കൊടുക്കുന്നത്, പക്ഷേ അവർ എൻ്റെ നിന്ന് വാങ്ങിക്കുന്നത് ഹയർ പ്രീമിയം. അപ്പോൾ അങ്ങനെയാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഭീമമായ ഒരു തരം എക്സ്പെൻസീവായിട്ടുള്ള സിറ്റുവേഷനായിട്ട് മാറും. ഇതാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്രമേണ ഇവിടെയും വരും. അതിനാണ് നമ്മൾ ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തടയിടാനായിട്ടൊരു ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ തന്നെ ഇവിടെയും വരും. മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ഫോറിൻ കമ്പനീസ് ലൈക്ക് ബ്ലാക്ക് സ്റ്റോൺ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സെക്ടർ. അത് നമ്മുടെ ഒരു സാധാരണക്കാരനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഇതാണ് ചിലവ് ക്രമാതീതമായിട്ട് അങ്ങ് വർദ്ധിക്കും. ഇപ്പോൾ ഉള്ള നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ, നമുക്ക് ഇപ്പോൾ ഇവിടെ പോകാൻ ഇപ്പോൾ ആസ്റ്ററിൽ പോകാൻ നമുക്ക് ഹെൽപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നമുക്കറിയാവുന്ന ലോക്കൽ ഡോക്ടർ നടത്തുന്ന ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ അവിടെ ചിലവ് ചുരുങ്ങിയിരിക്കുക, നമുക്കൊരു ഇത് അഫോർഡബിൾ ആയിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എല്ലാത്തിനെയും വിഴുങ്ങി ഇവർ വലിയ കോർപ്പറേറ്റ് 5 സ്റ്റാർ ഹോസ്പിറ്റലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഫെസിലിറ്റിയും കാണത്തില്ല, ഈ പറഞ്ഞ മരുന്നുകൾ കാണത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിൽ ബി ഫോഴ്സ് ടു ഗോ ഇവിടെ പോയി. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ തുക നമ്മൾ ഉദ്ദേശിക്കുന്നതിനും വളരെ ഭീമമായ ചിലവ് വരും. ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിന് 50 ലക്ഷം, 25 മുതൽ 50 ലക്ഷം രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് അവരുടെ വീട് പറമ്പ് വരെ വെക്കേണ്ടി വരും ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അത് സക്സസ്ഫുൾ ആയാൽ പിന്നെ തിരിച്ചു വന്ന് പിന്നെ വീട് വാങ്ങിക്കാൻ ലോൺ ആരും തരത്തില്ല. ക്രോണിക് ഡിസീസുള്ള ആൾക്കാരും കൊടുക്കത്തില്ല ലോണൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ജീവിത രീതിയെ, നമ്മുടെ സമ്പത്തിനെ എല്ലാത്തിനെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ പരിതാപകരമായൊരു സിറ്റുവേഷനിലോട്ടാണ് നമ്മളെ തള്ളിവിടുന്നത്. ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ഡോക്ടർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെഡിക്കൽ സ്കാം എന്താണ്? മെഡിക്കൽ സ്കാം ചോദിച്ചു കഴിഞ്ഞാൽ ജനറിക് ടാബ്ലറ്റ്സ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് മിക്കവാറും വരുന്നത്. വളരെ 10 വില 100 വിലയൊക്കെ ഉള്ള മരുന്നുകളാണ് വരുന്നത്. പക്ഷേ അവിടെ എത്തിയിട്ട് അവിടെ ചില കുത്തക പാർട്ടികളുടെ ഇടയിൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനെ വളരെ നിസ്സാരമായ വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇടനിലക്കാർ വില കൂട്ടി അത് വിൽക്കും. അത് ഒരു വലിയൊരു ട്രെൻഡായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ക്യാഷ് പേ പേഷ്യൻസ് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാർക്ക് ക്യൂബനെ പോലുള്ള മൾട്ടി ബില്യണേഴ്സ് അവർ ചില കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്താൽ, ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൽ അവരെ നോക്കിയിട്ട് അവർ തന്നെ അത് വിലയിട്ട് ഒരു ചെറിയ വിലയ്ക്ക് ഗുഡ് RX എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയുണ്ട്, അവരുടെ കൂപ്പണൊക്കെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ കൂപ്പൺ നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അതിനൊക്കെ ഭയങ്കര ചെറുത്ത് നിൽപ്പാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ഫാർമസി പോയി ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് എൻ്റെ, ഞാൻ ഈ കൂപ്പൺ ഉണ്ടെന്നുകൊണ്ട് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തില്ല. അവർക്ക് നിസ്സാരമാണ് പറയും, ഞാൻ അവരുടെ കമ്പ്യൂട്ടർ സൈഡ് കാണുന്നില്ല, അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ അവസാനം ഞാൻ മരുന്നില്ലാതെ വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ ലൈഫ് സേവിങ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ട്രംപിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു പുതിയ പോളിസി വന്നിട്ടുണ്ട്. അവർ ട്രംപ് നെഗോഷിയേറ്റ് ചെയ്ത് മരുന്നിൻ്റെ വില കുറച്ച്. ഈ ഒസംബിക്ക്, ഈ മൗൺജാറോ ഈ വെയിറ്റ് ലോസിനുള്ള ഇഞ്ചക്ഷൻസ് അത് ഇറങ്ങിയപ്പോഴത്തെ $1,500 ഒരു മാസം. $1,500 ഒരു മാസത്തെ മരുന്നിനുള്ള 4 പേനെ കിട്ടും അതിനുള്ള. അതിപ്പോൾ നെഗോഷിയേറ്റ് 150 രൂപയാക്കി അയാൾ, 10 ആക്കി. അപ്പോൾ 10 വിലയ്ക്ക് എന്നിട്ടും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരുടെ കൊള്ള ലാഭം നോക്കിക്കോളാം. അപ്പോൾ അത് അത്രയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ 150 രൂപ കൊടുത്താൽ ആ മരുന്ന് കിട്ടും. ഇൻഷുറൻസ് കമ്പനികൾ വന്നാൽ $25 കൊടുത്താൽ അവർ ആ മരുന്ന് തരാമെന്നുള്ളതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അതിന് കയറി ഇറങ്ങാനുള്ള നൂലാമാലകൾ ഒരുപാടാണ്. ഇപ്പോൾ അവരുടെ സൈഡിൽ ഇപ്പോൾ നമ്മളുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ ഞാൻ അയച്ചു ഒരു പേഷ്യൻ്റ് ഫാർമസി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇതിന് പ്രയർ ഓതറൈസേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട്, അതിന് എനിക്ക് തിരിച്ചു വിടും.
അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് ഇവരെന്തൊക്കെ അവർ പറഞ്ഞു, ഈ പേഷ്യൻ്റ് ഈ മരുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ, ഈ മരുന്ന് ചീപ്പായിട്ടുള്ള മെറ്റ്ഫോമിൻ അത് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ, ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫലമില്ല എന്നുള്ള ഞാനത് എഴുതി കൊടുക്കണം. ഫലമില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഈ മരുന്ന് എഴുതി വിടുന്നത്. അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ. ഇതിനിടയ്ക്ക് ഈ മൂന്നാം കടക്കാരന് എന്താ കാര്യം? അതാണ് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നത്. അവർ ഇതിനിടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് ഇതിനിടയിൽ കാലിടുക, ഇടങ്കോലിടുക, ഡിലേ ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിന് എന്നിട്ട് ഞാൻ പിന്നെ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനവർ ഒരാഴ്ച എടുക്കാൻ റെസ്പോണ്ട് ചെയ്യാൻ, ചിലപ്പോൾ 2 ദിവസം എടുത്തിട്ട് തിരിച്ച് വിളിച്ച് പറയും, ഇത് പോരാ, ഡിനൈഡ്, യു മസ്റ്റ് റീഅപ്പീൽ പ്രോസസ്സ്. അത് പിന്നെ അടുത്തൊരു 30 ദിവസം ഇങ്ങനെ വെച്ച് അവസാനം പേഷ്യൻ്റ് സൈ ഇട്ട് പറയും, ഞാൻ ആ $150 കൊടുത്ത് വാങ്ങിച്ചോളാം. അതാണ് അവർക്ക് ആവശ്യം. ഇവർക്ക് ഈ $25 പോലും മുടക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്തിനാ ഇവർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിന്ന് പ്രീമിയം വാങ്ങിക്കുന്നത്? അപ്പോൾ ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് അവരെ ഔട്ടാക്കണ്ടേ? അതിനാരുടെ സഹായം വേണം? ഗവൺമെൻറ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതിൽ കളിക്കാരാരൊക്കെയാണെന്നുള്ള മനസ്സിലായല്ലോ. ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫാണ്. അവർ ഒരു ഗോൾ ബ്ലാഡറിൻ്റെ പ്രോബ്ലം വന്നു, പെട്ടെന്ന് വയറുവേദന വന്നു. അപ്പോൾ അവർ പോയി ഞങ്ങൾ തന്നെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ വേണം, അപ്പോൾ അതിന് $30,000 വേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ വഴി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു 10% കോപ്പയാണ്. അപ്പോൾ $3,000 നമ്മളിവിടെ കെട്ടിവെക്കണം. ഈ $3,000 ഇവർ കെട്ടിവെച്ചു. എന്നിട്ട് അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയി സന്തോഷമായിട്ട്. പിന്നെ അത് തിരിച്ചു വന്നു, എങ്ങനെയായിരുന്നു അത്? അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വീട് വിൽക്കേണ്ടി വന്നേനെ. $30,000 ആയിരുന്നു ബില്ല്, $3,000 ഞാൻ കൊടുത്തുള്ളൂ, അതിലങ്ങ് ഒതുങ്ങി. ഞാൻ പറഞ്ഞു, അത് കേട്ടിട്ടൊരു സംശയമുണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ബിസിനസ് ഓഫീസിൽ പോയി ചെന്ന് അവരുമായിട്ട് എനിക്ക് ചില കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അവർ വഴി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയപ്പോഴത്തേക്കും ഇവർ ഹോസ്പിറ്റലുകാർ നെഗോഷിയേറ്റ് ചെയ്ത് ഇവരുമായിട്ട്, ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം ഇവർ പറഞ്ഞു, ഇവർ സബ്മിറ്റ് ചെയ്ത ബില്ല് ഈ $30,000 പകരം 10,000 അവർ സബ്മിറ്റ് ചെയ്തത്. ഈ $10,000 ഇവർ അനസ്തീസിയ ചാർജ് ഇത്ര, റൂം റെൻ്റ് ഇത്ര, മരുന്നുകൾക്ക് ഇത്ര, നഴ്സിംഗ് കെയർ ഇത്ര എന്നൊക്കെ അവർ, ഡോക്ടറുടെ ഫീസ് ഇത്ര, ഇതെല്ലാം കൂടെ ഇവർ നെഗോഷിയേറ്റ് ചെയ്തത് $3,000. $3,000 തരും, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഹോസ്പിറ്റലിന് നഷ്ടമല്ലേ? ഇത്രയെങ്കിലും ഇത്ര കിട്ടണമെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ കോപ്പയെ വാങ്ങിച്ചങ്ങ് കൊടുത്തു. ഇടനിലക്കാരൻ ഇവരുടെ പോക്കറ്റിൽ നിന്ന് $1 പോലും ചിലവായില്ല. എന്നിട്ട് ഇവർ പേഷ്യൻറ്റിന് അയച്ചു കൊടുത്ത ബില്ലോ 30,000 ബില്ല്, നിങ്ങൾ മുടക്കിയത് 3,000, ബാക്കി ഞങ്ങൾ കൊടുത്തു. ബാക്കി എത്ര കൊടുത്തു, എവിടെ, ഒരു തെളിവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ സാധനം? നമ്മളൊരു കമ്മോഡിറ്റി, ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കൊടുക്കുന്നു, എന്താ നമ്മൾ വാങ്ങിക്കുന്നത്? നത്തിങ്. ഒരു കമ്മോഡിറ്റി അവർ വിൽക്കുന്നില്ല. അവർക്ക് ഫാക്ടറി ഇല്ല, അവർക്ക് സെയിൽസ് ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അവർ വിൽക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനം, അതുമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നെസസറി ഈവിൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിനൊരു എത്തിക്സ്, ഒരു റീസണബിൾ നേച്ചർ വെക്കരുതോ? അതിന് വേണമെങ്കിൽ ഈ ഗവൺമെൻറ് ഇടപെടണം. ഇത്രയും ഒരു ക്യാപ്പ് വെക്കണം, ഇതിൽ കൂടുതൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കൊരു ഓപ്ഷൻ തരണം. ശരി, നമ്മൾ ഈ മാസം ഇവർക്ക് കൊടുക്കുന്ന പ്രീമിയം നമ്മൾ വേറൊരു അക്കൗണ്ടിലിട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ തന്നെ ചിലവാക്കിക്കോളാം. ഈ നെഗോഷിയേഷൻ നമുക്ക് ചെയ്തുകൂടെ? ഹോസ്പിറ്റലുകാർ ഇവർക്ക് $3,000 വാങ്ങിച്ചിട്ട് അവർക്ക് സോൾവൻ്റായിട്ട് പോകാമെങ്കിൽ എന്തുകൊണ്ട് ആ റേറ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നില്ല? ഇത് ഇൻസൈഡർ ഇൻഫർമേഷനാണ്, പുറത്തുള്ളവർക്ക് എടുത്ത് പറയില്ല. പുറത്തുള്ളവരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ യുവാക്കളെല്ലാം അവർ ട്രെയിൻ ചെയ്യുന്നത് നല്ലപോലെ പഠിച്ചോ, ജോലി വാങ്ങിച്ചോ. ജോലി ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല, ജോലി ഉള്ളപ്പോൾ ഇൻഷുറൻസ് കിട്ടും, ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്തോ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് ആളുകളെ പടച്ചു വിടുക. ഇത് മൊത്തം ഒരു മറയാണ്, പുകമറയാണ്. അപ്പോൾ അതിലാണ് നമ്മളും എത്തി വരുന്നത്. ഇവിടുത്തെ യുവതയെ പഠിപ്പിച്ചു വിടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഒരു എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി നേടുക. ഒരു ജോലി ആയിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും, ഇൻഷുറൻസ് കിട്ടിയാൽ ഹെൽത്ത് കവർ ചെയ്യും. പക്ഷെ നമ്മുടെ പൈസ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ യങ് ആൻഡ് ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മൾ എല്ലാ മാസവും അടയ്ക്കുന്ന ഇൻഷുറൻസ് തുക അവരെടുത്തിട്ട് അവർക്കെന്താ ചിലവുള്ളത്? ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ ഡയബറ്റീസ് നിങ്ങൾക്ക് ഡയബറ്റീസ് വന്നു, അപ്പോൾ അത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇത് കവർ ചെയ്യില്ല, ഇതിന് ഇത്രേ കവറേജ് ഉള്ളൂ, അല്ലെങ്കിൽ പ്രീമിയം കൂട്ടും. പിന്നെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലുകാരും റേറ്റ് കൂട്ടും. ഇവൻച്വലി നമുക്ക് അതിൽ നിന്ന് യാതൊരു ലാഭവുമില്ല, നഷ്ടമേ ഉള്ളൂ.
പഴയ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും അന്ന് വിട്ടുപോയതും അതിലുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളൊന്ന് സംസാരിച്ചു. അപ്പോൾ താങ്ക് യു ഡോക്ടർ. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം.